കരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിത പകൽവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകലിൽ നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ഇന്ന് പകൽക്കാലവും കടന്നു വന്നിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ, വിശേഷാൽ ബഹുമാന്യനായ ഹല്ലേലൂയ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകൽക്കാലം പകലും രാത്രിയിലും ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിട്ടുള്ള ബൈജു പാസ്റ്റർ, പ്രിയ ജോബൻ ജോസ് പാസ്റ്റർ, ഹല്ലേലൂയ മറ്റെല്ലാ അനുഗ്രഹീതരായ ദൈവമക്കൾ ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. തുടർന്നൊരു പാട്ട് ഞാനിപ്പോൾ പാടുന്നില്ല. ഇതിനെ മധ്യ ആരാധിപ്പാനൊക്കെയുമുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കുവാനിടയാകും. കർത്താവിൻ്റെ ദാസൻ ബൈജു കുടപ്പനക്കുന്ന്, കർത്താവിൻ്റെ ദാസനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെയും പല പ്രാവശ്യം കടന്നു വന്ന് ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്. കർത്താവ് അയക്കുന്ന അനേക ഇടങ്ങളിൽ ഈ നാളുകളിൽ കർത്താവ് കരങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹീത ദൈവദാസനാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്കും പരിചയപ്പെടുവാനും ഒരുമിച്ച് സഭയിൽ ശുശ്രൂഷിപ്പാനും ഒക്കെ അവസരങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നിശ്ചയമായിട്ടും കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷകൾ നമുക്ക് അനുഗ്രഹമാകും. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ തുടർന്നുള്ള നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള സമയത്ത് ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസൻ ബൈജു പാസ്റ്ററെ ക്ഷണിച്ചുകൊള്ളും. Praise the Lord. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. Praise the Lord. കർത്താവിൻ്റെ മഹത്വമുള്ള നാമം ഇന്ന് ഈ പകൽ മഹത്വപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇവിടെ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് എനിക്കും ഇന്ന് പകൽ നിങ്ങളുടെ നടുവിലാകുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ തന്ന നല്ലതും വിലയേറിയതുമായ ഈ ധന്യനിമിഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഭാഗ്യം നൽകി ഈ 2026 എന്ന പുതുവർഷത്തിൻ്റെ 3-ാമത്തെ മാസത്തിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലാകുവാൻ കർത്താവ് തന്ന നല്ല സ്നേഹത്തെ ഓർക്കുന്നു. പ്രത്യേകാൽ വളരെ ആദരവോടെ, വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിച്ച കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ, ഈ പ്രാദേശിക സഭയിലെ ശുശ്രൂഷകനും ഈ ദേശത്തിൻ്റെ കാവൽക്കാരനും ദൈവത്താൽ ആദരണീയനുമായ കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ കോശിപ്പാസിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ക്രിസ്തുവിലെൻ്റെ വന്ദനം ഇന്ന് പകൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വേദിയിലായിരിക്കുന്ന കർത്തൃഭൃത്യൻ, വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അനുഗ്രഹീതനായ ദൈവഭൃത്യൻ കർത്താവിൻ്റെ ദാസനും പ്രത്യേകാൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. മറ്റ് എല്ലാ ദൈവമക്കളെ ഓർത്തും ക്രിസ്തുവിലെൻ്റെ സ്നേഹം അറിയിക്കുന്നു. എല്ലാവരെയും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ എത്ര പേർ സന്തോഷമായിരിക്കുന്നു ദൈവസന്നിധിയിൽ? സ്തോത്രം. ഇന്ന് പകല് പരിശുദ്ധാത്മാവാൻ ദൈവമേ എന്നോട് സംസാരിപ്പാനുള്ളത് ദൈവം എന്നോട് സംസാരിക്കണമെന്ന് എത്ര പേർ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു? സ്തോത്രം. കർത്താവ് എന്നോട് ഇന്ന് പകൽ സംസാരിക്കണം. ഒരു മാനുഷിക ശബ്ദത്തെക്കാൾ നമുക്ക് വേണ്ടത് ഒരു ദൈവത്തിൻ്റെ ശബ്ദമാണ്. സ്തോത്രം. മാനുഷിക വാക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തെ വല്ലാതെ പിരിമുറുക്കുമ്പോൾ നമ്മെ ബലപ്പെടുത്തുന്നത് കർത്താവിൻ്റെ വാക്കാണ്. സ്തോത്രം. ഒരു വാക്ക് മതി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. സ്തോത്രം. കർത്താവിൻ്റെ ഒറ്റ വാക്ക് മതി മാറ്റിമറിക്കാൻ. സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങളിൽ 2026 എന്ന പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഞാൻ കർത്താവിനോട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ദിവസങ്ങളിൽ കർത്താവിന് എന്നോട് സംസാരിക്കാനുള്ള ദൂത് എന്താണ് കർത്താവിന് എന്നോട് പറയാനുള്ളത്? ഈ വിഷയം ഞാൻ ജനുവരി മാസം ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നിന്നോട് മാത്രമല്ല ജനത്തോട് പറയാൻ ഞാനൊരു സന്ദേശം നിൻ്റെ മേൽ കൈമാറാമെന്ന് പറഞ്ഞു. സ്വത്രം. അങ്ങനെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു സന്ദേശം നിങ്ങളുമായി ഒരുമിച്ച് ഷെയർ ചെയ്യാനായിട്ട് ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നു. എല്ലാവർക്കും പരിചിതമുള്ള ഒരു വേദഭാഗം എഫേസ്യർ ലേഖനത്തിലേക്ക് വരാം. എഫേസ്യർക്കെഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 11-ാമത് വാക്യവും 13-ാമത്തെ വാക്യവും, രണ്ട് വാക്യങ്ങൾ വായിക്കാം. 11-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും വായിച്ചാട്ടെ. തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. അടുത്ത 13-ാമത്തെ വാക്യം, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. മതി. ഒരു കല്ലേലിയ പറയാം, കരമുയർത്തി. സ്തോത്രം.
രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഒന്ന്, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എന്ത് ചെയ്യണം? ധരിക്കണം. രണ്ട്, സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് സർവായുധവർഗം എടുക്കണം. ഒന്ന്, ധരിക്കണം. രണ്ട്, എടുക്കണം. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. സ്വോത്രം. അപ്പോൾ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് തരുന്ന കൃപയിൽ ഞാൻ ശുശ്രൂഷിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്വോത്രം. തൻ്റെ പ്രേക്ഷിത ദൗത്യം തീരാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഒരു ശക്തി ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാതെ 24 മണിക്കൂറും തന്നിൽ നിക്ഷിപ്തമായ കാര്യം ധൃതഗതിയോടെ ചെയ്യേണ്ടതിന്, വേഗത്തിൽ ചെയ്യേണ്ടതിന് ഒരു മിനിറ്റ് പോലും റെസ്റ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പ്രതിയോഗി നമ്മുടെ മുൻപിലുണ്ട്. നമ്മളൊക്കെ അല്പം മാനുഷികമായി ക്ഷീണം വരുമ്പോൾ 1 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ റെസ്റ്റ് എടുക്കാറുണ്ട്. പക്ഷേ 1 മിനിറ്റ് എന്ന് പറയുന്നതിനേക്കാളും 1 സെക്കൻഡ് പോലും റെസ്റ്റ് എടുക്കാതെ തനിക്കുള്ള ദൗത്യം തീരാൻ പോകുന്നു എന്ന് ശരിക്കും മനസ്സിലായിട്ട് ജാഗ്രതയോടെ ദൈവമക്കൾക്ക് വിരോധമായി പ്രതികൂലമായി നിൽക്കുന്നൊരു പ്രതിയോഗി നമ്മുടെ മുൻപിലുണ്ട്. പ്രതിയോഗി പറയാണ്, ഞാൻ നിങ്ങൾക്കെതിരെ പോരാടും, നിങ്ങൾ ജയിച്ചോണം. ഇന്ന് പകൽ എനിക്ക് മുമ്പിലുള്ള പ്രതിയോഗി എത്ര വിധത്തിൽ പോരാടിയാലും ഞാൻ അതിനെ ജയിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രമൊന്ന് സ്തുതിച്ചേ ദൈവത്തെ. ഒരിക്കൽ കൂടെ അവരെ കരമൊന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. എനിക്ക് എന്നാലേ അടുത്ത ഭാഗത്തേക്ക് എനിക്ക് വിശദമായി പോകാൻ പറ്റും. സ്വത്ര. പക്ഷേ ഈ പ്രതിയോഗിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവൻ ആയുധമില്ല. പോരാടുന്ന പ്രതിയോഗിക്ക് ആയുധമില്ല. അവൻ പറയാണ്, എൻ്റെ ആയുധം നഷ്ടപ്പെട്ടതാ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് 2026 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ക്രൂശിന്മേൽ യാഗമായത് നിമിത്തം അവൻ്റെ ആയുധത്തെ ദൈവം താഴെ വെപ്പിച്ചു. ആയുധമില്ല. പ്രൈസ് ദി ലോർഡ്. അത് ഏറ്റവും വലിയ രസമായിട്ട് തോന്നിയത്, നമ്മളോട് പോരാടുന്ന പ്രതിയോഗിക്ക് ആയുധമില്ല. നമ്മളൊക്കെ പലപ്പോഴും എതിരാളിയെ ജയിക്കാൻ മനസ്സുകൊണ്ട് പ്രിപ്പയർ ആകുന്നത് എതിരാളിയുടെ ആയുധത്തിൻ്റെ ബലം കണ്ടുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചില്ലേ? സ്വത്രം. ഇസ്രായേൽ എന്ന് പറയുന്ന അനുഗ്രഹീത രാജ്യം ഇറാൻ്റെ ആയുധശേഖരം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഏതാണ്ട് 300 അടിയോ 150 അടിയോ താഴ്ചയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അതിസാങ്കേതിക വിദ്യയുള്ള മിസൈലുകൾ കടങ്ങുന്ന ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഫ്ലൈറ്റുകളെ കണ്ടുപിടിച്ചു. സ്വത്രം. അപ്പം അവൻ്റെ വെപ്പൺ എന്താന്ന്, അവൻ്റെ ആയുധം എന്താന്ന് കണ്ടുപിടിക്കാൻ ഇത്രയും ഭൂമിക്ക് അടിയിലേക്ക് സേഫായി വച്ചിരിക്കുക. പുറത്തുള്ള എത്ര ആയുധമെടുത്ത് ഉപയോഗിച്ചാലും തൻ്റെ ഇടത്തോടെ നിൽക്കാൻ രഹസ്യമായി സൂക്ഷിച്ച പല ആയുധമുണ്ടെന്നുള്ള ഉറപ്പാണ് ആ രാജ്യത്തിൻ്റെ പ്രത്യേകത. അത് ഇസ്രായേൽ എന്ന രാജ്യം അത് കണ്ടുപിടിച്ചു. ചെറിയൊരു ന്യൂസ് വന്നതാണ് ഞാൻ പറഞ്ഞത്. എതിരാളിയുടെ ആയുധം ഏതാണെന്ന് മനസ്സിലാകുമ്പോൾ അവൻ ഇപ്പുറത്ത് നിൽക്കുന്ന പോരാളി ആയുധം ഏതെന്ന് മനസ്സിലാക്കി അതിനെ ജയിക്കത്തക്കവണ്ണം മൈൻഡ് പ്രിപ്പയർ ആകും. എതിരാളിയുടെ ആയുധം കണ്ടിട്ടാണ് മൈൻഡ് പ്രിപ്പയർ ആകുന്നത്. പക്ഷേ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന എതിരാളി പറയാണ്, എനിക്ക് ആയുധമില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആയുധമില്ല. സ്വത്ര. നമ്മുടെയൊക്കെ ആയുധമാണ് പ്രതിയോഗിയായി നിൽക്കുന്ന പിശാചിൻ്റെ പദ്ധതി തകരുന്നത്. ഒരു കാര്യം പറയാ, ഏത് രാജ്യവും എതിരാളിയുടെ ആയുധത്തെയാണ് ആദ്യം തകർക്കുന്നത്. എന്തിനേറെ പറയുന്നു, യഹോവയാക്കീം രാജാവിൻ്റെ കാലത്ത് ആലയം പിടിക്കാനായിട്ട് നെബൂഖദ്നേസർ രാജാവിൻ്റെ സംഘം വരുമ്പോൾ അവരാദ്യം ചെയ്തത് രഹസ്യമായിട്ട് കുറെ പടയാളികൾ
അങ്ങോട്ട് വിട്ടിട്ട് ആലയത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആയുധശാല, ആലയത്തിന് പുറകിലൊരു ആയുധശാലയുണ്ട്. ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആയുധശാലയുടെ ആയുധമൊക്കെ രഹസ്യമായിട്ട് അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു. അതിനുശേഷമാണ് ആലയം പിടിക്കാൻ പറ്റിയത്. എന്തിന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഏതൊരു രാജ്യത്തെയും ഏതൊരു സംരംഭത്തെയും പിടിച്ചു നിൽക്കുന്നത് അവൻ കരുതി വെച്ച ആയുധമാണ്. സ്വതന്ത്ര. പക്ഷേ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രതിയോഗിയായ പിശാച് പറയാ, എനിക്ക് ആയുധമില്ല. എൻ്റെ ആയുധം ഏതെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്നെ ജയിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ആയുധമില്ല, വെപ്പണില്ല. പക്ഷേ എനിക്ക് ആയുധമില്ലെങ്കിലും ബുദ്ധിക്കപ്പുറമായി എനിക്കൊരു തന്ത്രമുണ്ട്. ആ ഭാഗത്ത് വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ബുദ്ധി എന്ന് പറയുന്ന വേർഡിനെ വയസ്സൊന്നും അങ്ങനെ ഒരു വേർഡല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, വേറൊരു വാക്കാ. സൂത്ര. ബുദ്ധി എന്ന് പറയുന്ന വാക്കിനെക്കാളും പറഞ്ഞിരിക്കുന്നൊരു തന്ത്രമാ. എന്ന് പറഞ്ഞാൽ നേരായ വഴിയിൽ പ്രവർത്തിക്കുന്നൊരു പ്രവർത്തനമല്ല അവൻ കാഴ്ചവെക്കുന്നത്. അവൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഏതൊക്കെ നിലയിൽ ഒതുക്കാൻ പറ്റുമോ ആ വകുപ്പെല്ലാം തന്ത്രപരമായി ഞാൻ നിങ്ങൾക്ക് എതിര് വരും. നിങ്ങൾക്ക് തൻ്റെ അടവുണ്ടെങ്കിൽ എൻ്റെ തന്ത്രത്തെ നിങ്ങൾ ജയിച്ചോണം. ഇന്ന് പകല് പറയാ, ഏത് തന്ത്രമായി വന്നാലും അതിനെ ജയിക്കാനുള്ള കരുത്ത് ആർജിക്കുകയാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ലക്ഷ്യം. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് സ്തുതിപാട്. അവൻ എത്ര ആയുധം തന്ത്രപരമായി വന്നാലും അതിനെ ജയിക്കാനുള്ള കരുത്ത്. കരുത്താർജിച്ച പലരും, കരുത്തനെന്ന് സ്വയം പറഞ്ഞ പലരും, കരുത്തുണ്ടെന്ന് പ്രഖ്യാപിച്ച പലരും അവൻ്റെ തന്ത്രത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെടുമ്പോൾ പരാജയപ്പെടാത്ത ഒരു ഗ്രൂപ്പിനെ കർത്താവ് തിരയുകയാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? പലരും പരാജിതരുടെ ഭാഗത്ത് കൂപ്പുകുത്തി പോകുമ്പോ പരാജയപ്പെടാതെ ജയിക്കുന്ന ഒരു കൂട്ടത്തെ എൻ്റെ സ്വർഗം ആരായുകയാ. ഒരു സ്തോത്രം പറഞ്ഞേ. ഞാൻ വളരെ അഭിമാനത്തോടെ ചോദിക്കട്ടെ, എത്ര പേരുടെ ഉള്ളിൽ കരുത്തുണ്ട് എനിക്ക് ആ തന്ത്രത്തെ ജയിക്കാൻ പറ്റും? ഒരു സ്തോത്രം പറഞ്ഞേ. പലപ്പോഴും നമ്മുടെ കരുത്ത് തെളിയിക്കുന്നത് സമൂഹത്തിൻ്റെ മുമ്പിലാണ്. എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും കൂടി വരുന്ന സമയത്താണ് കരുത്ത് തെളിയിക്കുന്നത്. പക്ഷേ പ്രതിയോഗി പറയാണ്, എല്ലാവരുടെ കൂട്ടത്ത് നിൽക്കുമ്പോൾ കരുത്തുണ്ട്, പക്ഷെ എൻ്റെ പോരാട്ടം വ്യക്തിപരമാണ്. ഒരു സ്തോത്രം പറഞ്ഞേ. പോരാ, ശക്തിയോടെ ശക്തമായിട്ട് സ്തോത്രം. ആയുധമില്ലാതെ പോരാടുന്ന പ്രതിയോഗിക്ക് നേരെ സ്വത്ര സ്വർഗം പറയാണ്. അവിടെ ഒരു ഭാഗം പറയുന്നുണ്ട്, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തന്നെ മനസ്സിലായി അവൻ്റെ തന്ത്രത്തെ എതിർക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് സ്വർഗം പറയാണ്, ആയുധമില്ലാതെ തന്ത്രം കൊണ്ട് പോരാടുന്നതിനെതിരെ നിങ്ങൾക്ക് ധരിക്കാൻ ആയുധമല്ല സർവായുധ വർഗം നിങ്ങൾക്ക് തരാം. ഒരു സ്തോത്രം പറഞ്ഞ് നിങ്ങളിത് ധരിച്ചോണം. നിങ്ങളിത് ധരിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ? ഒരു സ്തോത്രം പറഞ്ഞ് പോരാ. കർത്താവിന് തന്നെ മനസ്സിലായി അവൻ്റെ തന്ത്രത്തിൻ്റെ മുന്നിൽ മാനുഷികമായി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, ആയുധമില്ലാത്തവനെ എതിർക്കാൻ ഞാൻ നിങ്ങൾക്ക് സർവായുധവർഗം തരാം. പ്രൈസ് ദി ലോർഡ്. ആയുധമില്ലാതെ തന്ത്രപരമായി പ്രതിയോഗിയായി നിന്ന് 24 മണിക്കൂറും അലാട്ടായി നിന്ന് പോരാടുന്ന പ്രതിയോഗിക്ക് നേരെ മാനുഷികമായി നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ലെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് അപ്പം പറയാണ്, അതിനെ ജയിക്കാൻ ഞാൻ സർവായുധവർഗം നിങ്ങൾക്ക് തരാം. നിങ്ങൾ അത് ധരിച്ചുകൊണ്ട് അവന്റെ തന്ത്രത്തെ ജയിക്കണം. നിങ്ങൾ ആദ്യം അതെന്ത് ചെയ്യണം? ധരിക്കണം.
ധരിച്ചാൽ മാത്രം പോരാ, തന്ത്രം വെളിപ്പെടുമ്പോൾ ആയുധം എന്ത് ചെയ്യണം? ആയുധം എടുക്കണം. ഒരു സ്വോത്രം പറഞ്ഞേ. പോരാ, ശക്തിയോടെ, ശക്തമായിട്ട്, ഒരിക്കൽ കൂടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ സ്വോത്രം പറയിപ്പിക്കുന്നത് കൊതി കൊണ്ടല്ല, ഇപ്പോഴേ കിട്ടൂ എന്ന അർത്ഥത്തിലാണ്. സ്വോത്രം ഇച്ചിരൂടെ ഇറങ്ങിപ്പോകുമ്പോൾ സ്വോത്രം കുറയും. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് സ്വോത്രം ഞാൻ പറയിപ്പിച്ചത്. സ്വോത്രം പോരാ, ഒരു സ്വോത്രം കൂടെ പറഞ്ഞേ. അവൻ ദൈവത്തിൻ്റെ ആത്മാവിൽ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, എഫെസോസിൻ്റെ മണ്ണിലെ അർത്തമീസ് ദേവിയുടെ പ്രൗഢഗംഭീരമായ ശക്തിയെ ജയിച്ച് കയറി വന്ന പൗലോസെ ജനത്തോട് വിളിച്ചു പറയുകയാണ്, അവൻ വളരെ തന്ത്രപരമായി നിങ്ങൾക്കെതിരെ പോരാടും. നിങ്ങൾ ചിലത് ധരിച്ചുകൊണ്ട് അവനെ എതിർത്ത് നിന്നോണം. സ്വത്ര നമ്മുടെ ഡ്യൂട്ടി എതിർത്താൽ മാത്രം മതി. അവൻ ഓടിപ്പോകുന്ന തരത്തിൽ പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവം കരുത്തനാണ്. സ്വത്ര നമുക്ക് ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ, നമ്മൾ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഡ്യൂട്ടി അവനോട് എതിർക്കുക. നമ്മുടെ ഡ്യൂട്ടി അവനോട് എതിർത്ത് നിൽക്കുക. സ്വത്ര പരിശുദ്ധാത്മാവ് പറയാണ്, എതിർത്ത് നിന്ന ഡ്യൂട്ടി മാത്രമേ നിങ്ങൾക്കുള്ളൂ, പക്ഷേ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സ്വത്ര ഈ സർവായുധ വർഗത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതാണ് നമ്മുടെ പഠന വിഷയം. ഭാഗമെന്ന് പറയുന്നത് ആയുധമില്ലാതെ തന്ത്രം കൊണ്ട് പോരാടുന്നതിന് സർവായുധവർഗം ധരിച്ചുകൊണ്ട് അവനോട് എതിർത്ത് നിൽക്കണം. സ്വത്ര സർവായുധ വർഗത്തെ കുറിച്ച് പഠിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ മനസ്സിലാക്കി തന്നൊരു ചിന്ത പറയാ, ആയുധമില്ലാതെ തന്ത്രം കൊണ്ട് പോരാടുന്നതിന് നിങ്ങളുടെ ജീവിതം കൊണ്ട് ജയിക്കണം. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ, നിങ്ങളുടെ ജീവിതം കൊണ്ട് ജയിക്കണം. ഒന്നുകൂടെ സ്വോത്രം പറഞ്ഞേ, നിങ്ങളുടെ ജീവിതം കൊണ്ട് അതിനെ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. ആയുധമില്ലാതെ പോരാടുന്ന പിശാചിനെതിരെ എതിർത്ത് നിൽക്കാൻ പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങളുടെ ജീവിതം കൊണ്ട്, ഇച്ചിരൂടെ ആഴത്തിൽ പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം കൊണ്ട് ജയിക്കണം. ദൈവം പറയാണ്, ഇത് മൊത്തത്തിൽ അങ്ങ് ധരിച്ചോണം. ധരിച്ചിട്ട് നിങ്ങളുടെ സ്വഭാവം കൊണ്ട് നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം? ജയിക്കണം. അപ്പോ നേരിട്ട് വരിക, അവിടെയൊക്കെ വെട്ടിക്കുറച്ച് നേരിട്ടുള്ള ഭാഗത്തിലേക്ക് വരിക. ദൈവത്തിൻ്റെ ആത്മാവിൽ പൗലോസ് പറയാണ്, നമുക്ക് ധരിക്കാൻ തന്ന സർവായുധ വർഗത്തിൽ ഒന്നാമത്തെ ആയുധം ഏതാ? ഒന്നാമത്തെ ആയുധം ഏതാ? ഉറക്കെ പറഞ്ഞേ. സത്യമെന്ന കച്ച. അപ്പം നമുക്ക് ധരിക്കാൻ ദൈവം തന്ന ഒന്നാമത്തെ ആയുധം സത്യമാണ്. അപ്പം പിശാച് എന്താ തന്ത്രമായിട്ട് പോരാടുന്നത്? സത്യം അരക്ക് കെട്ടി ഉറപ്പിച്ചിരിക്കുന്ന നമ്മെ കൊണ്ട് എന്ത് പറയിപ്പിക്കുക? കള്ളം പറയിപ്പിക്കുക, കള്ളം ചെയ്യിപ്പിക്കുക, കള്ളത്തരം പ്രവർത്തിക്കുക. ഇതാണ് അവൻ്റെ തന്ത്രം. ഇന്ന് ഈ രണ്ടാം ദിവസം പകലിൽ ഒരു തീരുമാനമെടുക്കണം. എത്ര തന്ത്രപരമായി വന്നാലും ഞാൻ സത്യം കൊണ്ട് ജയിക്കും. പോരാ, നല്ല സൂത്രം പോരാ, ശക്തമായിട്ടൊരു ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പൗലോസ്ലീഹ പറയാണ്, നിങ്ങൾക്ക് ധരിക്കാൻ ദൈവം തന്നിരിക്കുന്ന ഒരു സർവായുധ വർഗം അരയ്ക്ക് ഉറപ്പിച്ച് കെട്ടി മുറുക്കിക്കോണം. സത്യം. നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ പുസ്തകത്തിൻ്റെ പേര് സത്യവേദ പുസ്തകം എന്നാണ്. സ്വോത്ര. അങ്ങനെയെങ്കിൽ ഈ സത്യവേദ പുസ്തകം ചുമ്മിക്കൊണ്ട് നടക്കുന്ന നമ്മളിലൂടെ സ്വർഗം ആഗ്രഹിക്കുന്നത് എന്നിലൂടെ സത്യം വെളിപ്പെടണം. സ്വോത്ര. എന്നിലൂടെ സത്യം വെളിപ്പെടണം. സ്വോത്ര. ഞാൻ സത്യം സംസാരിക്കുന്നവനാകണോ? ഞാൻ സത്യം പ്രവർത്തിക്കുന്നവനാകണോ? ഞാൻ സത്യത്തിൽ നടക്കുന്നവനാകണോ? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങൾ ചേർത്തടിച്ച് 2-3 മിനിറ്റ് ദൈവത്തെ ഒന്ന് ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുടരബരബധിയാനരഗസിയാന്തരേ വൈശാരമാധുനേയാന്തരേ ദിയാരഗസി അർത്ഥനേതകൽഖരാദിയാരഘടകതിരിയന്തൽ.
ഹല്ലേലൂയ. പോരാ പോരാ, ശക്തിയോടെ കരങ്ങൾ ആത്മാർത്ഥമായി ചേർത്തടിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിക്ക്. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ കുടുംബത്തിന് നേരെ, തലമുറയ്ക്ക് നേരെ, എൻ്റെ ഭവനത്തിന് നേരെ, എൻ്റെ ജോലിക്ക് നേരെ, എൻ്റെ ബിസിനസ്സിന് നേരെ, എൻ്റെ ആത്മീയത്തിന് നേരെ, എൻ്റെ ശരീരത്തിന് നേരെ ഒളിഞ്ഞും തെളിഞ്ഞും പോരാടുന്ന പിശാചിന്റെ തന്ത്രത്തെ ഇന്ന് പകൽ ജയിക്കാൻ ഞാൻ സത്യം ഉറപ്പിക്കുകയാണ്. ഇന്ന് രാത്രി, ഇന്ന് പകൽ ആ സത്യത്തിന്റെ ബലത്തിൽ പോരാടുന്ന പിശാച് കുടുംബം വിട്ട് മാറാൻ പോകയാ. സ്വത്ര സ്വത്ര. അപ്പോ 24 മണിക്കൂറും പിശാച് അലാട്ടായി പ്രവർത്തിക്കുന്നത് സത്യവേദ പുസ്തകം കയ്യിലെടുത്തുകൊണ്ട് മാറോട് ചേർത്ത് പിടിച്ച് ഈ രക്ഷകനെ കണ്ടുമുട്ടിയതിൽ തെല്ല അഹങ്കാരത്തോടെ ജീവിക്കുന്ന നമ്മെ കൊണ്ട് കള്ളം പറയിപ്പിക്കാനുള്ള തന്ത്രമാണ് അവൻ്റെ തന്ത്രം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു, എൻ്റെ പാസേ, ഞാൻ ആരോട് കള്ളം പറഞ്ഞാലും ദൈവദാസനോട് പറയില്ല. ഇപ്പൊ ഞാൻ ദൈവദാസനോടും പറഞ്ഞു തുടങ്ങി. ഹലോ, ഇപ്പൊ ഞാൻ ആരോടും പറഞ്ഞു തുടങ്ങി? ദൈവദാസന്മാരോട് എന്തു പറഞ്ഞു തുടങ്ങി? കള്ളം പറഞ്ഞു തുടങ്ങി. പക്ഷെ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. പണ്ട് എൻ്റെ ഭർത്താവിനോട് അല്പസ്വല്പമൊക്കെ പറയും, എൻ്റെ മക്കളോട് പറയും, അപ്പനും അമ്മയോടും സഹോദരങ്ങളോടൊക്കെ പറയുമായിരുന്നു. പക്ഷേ ബഹുമാന സൂചകമായി ഉള്ളതുപോലെ പറയുന്നത് ഞങ്ങളുടെ ദൈവദാസനോടാ. പക്ഷേ ഇപ്പൊ 5-6 മാസം കൊണ്ട് ദൈവദാസനോടും കള്ളം പറഞ്ഞു തുടങ്ങി. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പാസ്റ്ററെ. സ്തോത്രം. നമ്മൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കരുത്താർജിക്കുമ്പോ ഒരു കാര്യം ഉറപ്പാ, സത്യം അരയ്ക്ക് ബലമുണ്ടെങ്കിൽ പിശാചിന് നിൽക്കാൻ പറ്റില്ല. ഒരു സ്വോത്രം പറഞ്ഞേ. നമ്മെ കാണുമ്പോ പിശാച് അടിമുടി വിറയ്ക്കുക. നമ്മെ കാണുമ്പോ അവൻ പറയാ നിൽക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവകൃപയിൽ കയറി വരുന്ന ഒരു ദൈവവൈദ്യന്റെ മുമ്പിൽ അവന് നിൽക്കാൻ പിറപ്പാ. അവന് പറ്റുകയില്ല നിൽക്കാൻ. അവൻ അടിമുടി വിറയ്ക്കുകയാണ്. നിൽക്കാൻ അവൻ ഭയപ്പെടുക. ഒരു സ്വോത്രം പറഞ്ഞേ. നിൽക്കാൻ പിശാച് വിറയ്ക്കുക. സ്വോത്ര. പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവകൃപയിൽ കയറി വരുന്നൊരു ദൈവവൈദ്യനെ കാണുമ്പോൾ അവൻ വിറയ്ക്കുകയാണ്. സ്വോത്രം. അവന് പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യന്റെ മുമ്പേ പിടിച്ചു നിൽക്കണമെങ്കിൽ, അവൻ ആരാധിക്കുന്ന ദൈവവൈദ്യന്റെ മുമ്പേ പിടിച്ചു നിൽക്കണമെങ്കിൽ, ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവവൈദ്യന്റെ മുമ്പേ പിശാചിന് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ ബലം കുറപ്പിച്ചേ പറ്റൂ. അതിനവൻ കണ്ടെത്തുന്ന ആയുധം എന്ന് പറയുന്നത് നമ്മെ കൊണ്ട് എന്തു പറയിപ്പിക്കുക? കള്ളം പറയിപ്പിക്കുക, കള്ളം പ്രവർത്തിക്കുക, കള്ളത്തരം ചെയ്യിപ്പിക്കുക. സ്വോത്രം സ്വോത്ര. പക്ഷെ കള്ളം പറഞ്ഞുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാനിത് പ്രസംഗിച്ചപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഇത്രയും നീതിയാട്ടക്കാർക്ക് ജീവിക്കാൻ പറ്റുമോ പാസ്റ്റർ? ഇത്രയും നീതിയാട്ടൊക്കെ ജീവിക്കാൻ പറ്റും? ബൈബിള് പറയുന്നുണ്ടല്ലോ, ഒരു നീതിമാനും ഇല്ല, ഒരുത്തം പോലും ഇല്ലെന്ന്. പിന്നെ എങ്ങനെ പാസ്റ്റർ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നേ? സ്വോത്ര സ്വോത്ര. അങ്ങനെയൊക്കെ കുഴപ്പം വല്ലതും ഉണ്ടോ? സ്വോത്ര. ശരി, അല്പസ്വല്പ കള്ളമൊക്കെ പറയുന്നതിന് വലിയ കുഴപ്പമൊന്നും ഇല്ല. സ്വോത്ര. പ്രൈസലോട്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടൊക്കെ ജീവിക്കണമെങ്കിൽ ഒരു കണ്ണാടി കൂട്ടിലൊക്കെ എടുത്തു വെച്ചാൽ അതിനകത്ത് സുഖമായിട്ടൊക്കെ ജീവിച്ചിരിക്കാം. സ്വോത്ര. അല്ലാതെ പുറത്തിറങ്ങി നടക്കുന്ന ആരായാലും ഇച്ചിരിയൊക്കെ പറയില്ലേ പാസ്റ്ററെ? സ്വോത്രം സ്വോത്ര സ്വോത്ര. ഞാൻ പറയട്ടെ, നമ്മുടെ ന്യായങ്ങളൊന്നും ഇതിൻ്റെ മുമ്പിൽ വില പോയില്ല. ഒരു സ്വോത്രം പറഞ്ഞ ദൈവത്തിന്. നമ്മുടെ ന്യായങ്ങളൊന്നും ഈ കയ്യിൽ എന്തി വെച്ചിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ മുമ്പിൽ വില പോകില്ല. എബ്രായ ലേഖനത്തിൽ പറയുന്നു, അവനവൻ ശരീരത്തിരിക്കുമ്പോ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിപ്പാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ഞാനും നിങ്ങളും വരേണ്ടതാകുന്നു. സ്വോത്ര. ബൈബിള് പഠിച്ചു വന്നപ്പോ
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവമക്കളെ, നമുക്ക് ആവശ്യത്രമേ അവനവൻ ശരീരത്തിരിക്കുമ്പോ ചെയ്യുന്നതിന് ന്യായവിധി ഇല്ലെന്ന് വിചാരിക്കരുത്. കർത്താവിൻ്റെ കൂടെ എടുക്കപ്പെടുമ്പോ 7 വർഷത്തെ ഈ ഭൂമിയിൽ മഹോദ്രവ കാലഘട്ടം നടക്കുമ്പോ നമ്മൾ കർത്താവിൻ്റെ അടുക്ക് നമ്മൾ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിപ്പാൻ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ. ഒരു സ്തോത്രം പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, പോരാ ശക്തിയോടെ പറഞ്ഞ ദൈവത്തിന് ആമേൻ. സ്തോത്രം. ഞാൻ പറയട്ടെ, ആമേൻ. ദൈവം ഈ ഭൂമിയിൽ ആദ്യമായിട്ട് ദൈവത്തിൻ്റെ കരം കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ ആദാം, ഇല്ലേ? ലൂക്കോസ് സുവിശേഷം 3:38 ആദാം എന്ന് പറയുന്നതിനേക്കാളും അവിടെ ഒരു പ്രൗഢഗംഭീരമായ പദം പറയുന്നുണ്ട്. 3:38 ഒന്ന് വായിച്ചോ സഹോദരി. 3:38. കയീനാൻ ഏനോഷിന്റെ മകൻ, ഏനോഷ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. ദൈവം പറയാണ് അവൻ ആരാ? അവൻ എൻ്റെ മോന. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് നമ്മെ കരുത്തോടെ പറയാൻ കഴിയും? എൻ്റെ ദൈവം നമ്മെ നോക്കിട്ട് പറയും അവൻ എൻ്റെ കുഞ്ഞാ, സ്തോത്ര, അവൻ എൻ്റെ മോനാ, സ്തോത്ര എന്ന് പറയുമെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. സ്തോത്രം. ദൈവം പറയാണ് അവൻ എൻ്റെ മോനാ, സ്തോത്രം, അല്ലേ? ആമേശ്വത്രൻ. ദൈവം സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനായ ആദാമിനെ കുറിച്ച് പറയാണ് അവൻ എൻ്റെ മോന. സ്വത്ര. ഈ സാദൃശ്യം സ്വരൂപമൊന്നും വിശദീകരിക്കാൻ പോകുന്നില്ല, എങ്കിലും 2 കാര്യം പറഞ്ഞു വിടാം. സ്വത്രം. സാദൃശ്യം സ്വരൂപം എന്നൊക്കെ പറയുമ്പോൾ ചില തത്വചിന്തകന്മാർ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വിവരിക്കുന്നു എന്നൊക്കെ പറയാം. ദൈവത്തിന് മാത്രമുള്ള ചില സ്വഭാവ വൈശിഷ്ട്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പരാമർശിക്കുന്നു. അത് ജീവിതത്തിൽ അനുവർത്തിക്കുന്നവന് ദൈവിക സ്വഭാവമുണ്ട്, അതാണ് ദൈവത്തിൻ്റെ സ്വരൂപ സാദൃശ്യം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈസ്റ്റേൺ കൾച്ചറിലുള്ള കുറെ തത്വചിന്തകന്മാരുണ്ട്. സെന്റ് അഗസ്റ്റിൻ പോലെയുള്ള തത്വചിന്തകന്മാർ പറയുന്നു ദൈവത്തിന് നമ്മെപ്പോലൊരു രൂപമുണ്ട്. അതുകൊണ്ടാണ് ലേഖന ഭാഗത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്, അവനിലല്ലോ അവൻ ദേഹരൂപമായി വെളിപ്പെട്ടത്. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വരൂപം പോലെ ഒരു സ്വരൂപം ദൈവത്തിനുണ്ട് എന്ന് ഈസ്റ്റേൺ കൾച്ചറിലുള്ള സെന്റ് അഗസ്റ്റിൻ പോലെയുള്ള തത്വചിന്തന്മാർ പറയുന്നത് നമ്മെപ്പോലൊരു ശരീരം ദൈവത്തിനുണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവത്തിനടങ്ങിയിരിക്കുന്ന ഗുണവിശേഷങ്ങളെക്കാളും കുറച്ചുകൂടെ നമുക്ക് ആർജവത്വം വരുത്തുന്നത് നമ്മെപ്പോലൊരു സ്വരൂപം ഉണ്ടെന്ന് വെക്കുന്നത്. അതായിരിക്കും ഇച്ചിരൂടെ നല്ലത്. അങ്ങനെയെങ്കിൽ നമ്മെപ്പോലൊരു രൂപം എൻ്റെ ദൈവത്തിനുണ്ട്. അതിനൊന്നുകൂടെ തെളിയിക്കാൻ അവർ പറയുന്നത് ദൈവപ്രമാണത്തിന് വേണ്ടി പിടിച്ചു നിന്ന 121 സംസ്ഥാനത്തിലുള്ള സകല അവിടെയുള്ള പ്രമാണികളെയൊക്കെ ഒരു ഗ്രൗണ്ടിൽ വിളിച്ചു വരുത്തിയിട്ട് അന്നത്തെ രാജ്യഭരണം ചങ്കോടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നെബൂഖദ്നേസർ ഒരു ബിംബത്തേക്ക് നാട്ടിച്ചു പറഞ്ഞു, താളമേള സ്തുതിമേളങ്ങളോടുകൂടിയ താളങ്ങൾ മുഴങ്ങുമ്പോൾ എല്ലാവരും രാജാവ് നാട്ടിയ ബിംബത്തെ വണങ്ങണം. താളമേളങ്ങൾ ഉദിച്ചു വരുമ്പോൾ എല്ലാവരും ബിംബത്തെ വണങ്ങിയപ്പോൾ 3 പേര് മാത്രം ബിംബത്തെ വണങ്ങാതെ അവരുടെ കണ്ണുകൾ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറയാം ദൈവത്തിന്. ഇന്ന് പകൽ ഞാൻ ഉപവസിക്കുന്ന ദൈവമക്കളോട് പറയാ, ആര് ഏത് ദൈവന്മാരെ ആരാധിക്കട്ടെ, നമ്മൾ കണ്ടെത്തിയൊരു ദൈവമുണ്ട്, നമ്മൾ കണ്ടെത്തിയൊരു ദൈവമുണ്ട്. അവൻ ആരാധ്യ പുരുഷനാണ്. ഹല്ലേലൂയ. ഞാൻ കുറച്ചുകൂടെ ഉറച്ചു പറയും. സ്വത്രം ഇച്ചിരൂടെ ഇറങ്ങിപ്പറയുക. ഈ 3 പേരോട് ചോദിക്കാൻ നമുക്ക് എന്താ രാജാവ് നാട്ടിയ ബിംബത്തെ ആരാധിക്കാത്തത്? അവർ പറയൂ, ഞങ്ങൾ ആലയത്തിൽ പോയത് ആരാധന കാണാൻ പോയതല്ല, ഞങ്ങൾ ആരാധന അനുഭവിക്കാൻ പോയവരാണ്. ഇന്ന് പകൽ ദൈവമക്കളോട് പറയാ, ആരാധന അനുഭവിച്ചവൻ ഒന്നിൻ്റെ മുമ്പ് വണങ്ങത്തില്ല. അവൻ അറിയാം ആരെ ആരാധിക്കണമെന്നുള്ളത്, അവൻ അറിയാം ആരെ ദൈവത്തെ സ്തുതിക്കണമെന്നുള്ളത്. ഇന്ന് പകൽ ആരാധിക്കാൻ അറിയാവുന്ന ദൈവമൈതലേ, ആരെയാണ് ആരാധിക്കേണ്ടെന്ന് അറിയാവുന്ന ദൈവമക്കൾ കരമടിച്ചു ദൈവത്തെ സ്തുതിക്ക്. എനിക്കറിയാം ഞാൻ ആരെ ആരാധിക്കണമെന്നുള്ളത്. സ്തോത്രം. ശക്തിയോടെ
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. എത്ര പ്രതികൂലം വന്നാലും ആരാധന അനുഭവിച്ചവർ പറയും, ഞങ്ങൾക്ക് പ്രതികൂലമൊന്നും വിഷയമല്ല, ഞങ്ങൾക്കറിയാം ആരെ ആരാധിക്കണമെന്നുള്ളത്. അവർ ദൃഢമായി അത് ഉറച്ചപ്പോൾ ദൈവത്തെ മാത്രം ആരാധിക്കുന്നു ഒറ്റ കാരണത്താൽ 7 മടങ്ങ് തീച്ചൂള വർദ്ധിച്ച ഒരു വലിയ ശോധനയിലൂടെ കടന്നു പോകേണ്ടി വന്നു. സ്വത്ര അവരെ 3 പേരും കയ്യും കാലും ഒക്കെ കെട്ടി തീച്ചുളയ്ക്കകത്തോട്ട് കൊണ്ട് അവരെ വലിച്ചെറിയുന്നതിന് മുമ്പേ കൊണ്ടുപോയവർ തീക്കകത്ത് വീണെന്ന സ്വത്രമില്ല. ഈ 3 പേരും തീക്കകത്ത് ദഹിച്ചു പോകുന്ന അവസ്ഥ കാണാൻ കാത്തിരിക്കുമ്പോൾ കൂടിയ ജനലക്ഷങ്ങൾ കണ്ടത് തകർന്നു പോകുന്ന 3 പേരെയല്ല, അവരുടെ അടുകിൽ ദൈവപുത്രനെ പോലെ ഇറങ്ങി വന്ന, തേജോമയനായ ദൈവപുത്രനെ പോലെ ഇറങ്ങി വന്ന ഒരുവന്റെ രൂപത്തെ കണ്ടുകൊണ്ട് 3 പേരിട്ടെടുത്ത് 4 പേരായി ഒരുമിച്ച് തീക്കകത്ത് നടക്കുന്നൊരു കാഴ്ച കണ്ടപ്പോ ജനസമൂഹം പറഞ്ഞു, 4ാമത്തവന്റെ രൂപം ദൈവപുത്രന്റെ രൂപത്തെ പോലെ കാണുന്നു എന്ന് പറഞ്ഞ് അവരതിനെ സ്ഥാപിച്ചുവെങ്കിൽ തത്വചിന്തകന്മാർ പറയുന്നു, ദൈവത്തിന് നമ്മെ പോലെ ഒരു രൂപമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഇന്ന് പകൽ ആത്മാർത്ഥമായി പറയാ, ദൈവത്തെ ആരാധിച്ചു എന്ന കാരണത്താൽ ആരെങ്കിലും പ്രതിസന്ധിക്കകത്ത് അകപ്പെട്ടു പോയെങ്കിൽ നമ്മെ വിടുവിപ്പാൻ ദൈവദാസനോ ദൈവമക്കളോ പ്രാർത്ഥിക്കുന്നവരാരും വന്നില്ലെങ്കിൽ എൻ്റെ ദൈവം ഡയറക്റ്റ് ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി എൻ്റെ ദൈവത്തിന് സ്തോത്രം പറ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്, എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്ര. ഒരു ഹല്ലേലൂയ പറയാമോ ദൈവത്തിന്? സ്തോത്ര. ഞാൻ പറയാം, അങ്ങനെയെങ്കിൽ ദൈവത്തിന് നമ്മെപ്പോലെ രൂപമുണ്ടെന്നാണ് പറയുന്നത്. സ്തോത്ര. അങ്ങനെയെങ്കിൽ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ആദാം, ദൈവം പറയാ അവൻ എൻ്റെ മോനാ. തൻ്റെ മോനൊന്ന് ഉറപ്പുവരുത്തിയ അപ്പൻ മോന് വേണ്ടി തക്കതായൊരു തുണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തേ, മോന് ആവശ്യമുള്ളതെല്ലാം ആ ഒരുക്കപ്പെട്ട സ്ഥലത്ത് തിന്നാനുള്ളത് കുടിക്കാനുള്ളത് സകലം ഒരുക്കി വെച്ചിട്ട് വെയിലാറുമ്പോൾ എല്ലാ ദിവസവും അപ്പം വരും. എന്തിനാ? എല്ലാ ദിവസവും വെയിലാറുമ്പം വരും. അതിൻ്റെ അർത്ഥം വെയിലാറുമ്പം വരുന്ന അപ്പൻ എപ്പോഴോ പോകുമെന്നുള്ളതാ. എപ്പോഴും പോകുമെന്ന് എഴുതിയിട്ടില്ല, പക്ഷേ പോകുമെന്നുള്ളത് ഉറപ്പ്. അതുകൊണ്ട് അങ്ങനൊരു പദം, എല്ലാ ദിവസവും വെയിലാറുമ്പം വരും അപ്പൻ. സ്വത്ര. ഞാൻ ചിന്തിച്ച്, എന്തിനാ കർത്താവേ വെയിലാറി ഇരുട്ട് തുടങ്ങുമ്പോൾ അപ്പൻ വരുന്നത്? എന്തിനാണെന്ന് ചിന്തിച്ചപ്പോൾ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്, വെയിൽ മാറി ഇരുട്ടാകുമ്പോൾ ഇരുട്ടിൻ്റെ ഭയത്തെയും ഇരുട്ടിൻ്റെ ശക്തികളൊക്കെ മക്കളെ തൊടാൻ സാധ്യതയുണ്ട്. ഇതൊന്നും തൊടാതെ വണ്ണ നാം ഉറങ്ങുമ്പോഴും ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി ഒരപ്പൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാത്തിരിപ്പുണ്ട്. ഇന്നു പകല് ഞാൻ രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് എഴുന്നേറ്റത്, പ്രാർത്ഥനയിൽ എഴുന്നേറ്റത് എൻ്റെ നിങ്ങളുടെ മിടുക്കല്ല, എൻ്റെ നിങ്ങളുടെ മിടുക്കല്ല, നമ്മുടെ ആരുടെയും ഗുണമല്ല, ഇമ്മ്യൂണിറ്റി പവറല്ല. നമ്മെ സൂക്ഷിച്ചൊരു ദൈവമുണ്ട്, നമ്മെ സൂക്ഷിച്ചൊരു പിതാവുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ചു ദൈവത്തെ സ്തുതിക്ക്. നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. രാത്രി കടന്നുറങ്ങിയ ദൈവവേദന രാവിലെ എഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണ് ദുഷ്ടൻ ഒതുക്കുമെന്ന് വാദിച്ചപ്പോഴോ അതിന്റെ പിടിയിൽ നിന്ന് വിടുവിച്ച് നമ്മെ രക്ഷിച്ച ദൈവത്തിന് ഇത്രയും സ്തുതി പോരാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മക്കൾക്ക് വേണ്ടിയ സകല ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നൊരു പിതാവ്, ഇതേപോലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു മനുഷ്യൻ ഭൂമിയിലില്ല. മക്കൾക്ക് വേണ്ടി ഇത്ര എഫേർട്ട് എടുക്കുന്ന ഒരു അപ്പൻ. ഒരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. മക്കൾക്ക് വേണ്ടി ഇത്ര എഫേർട്ട് എടുക്കുന്ന ഒരു അപ്പൻ, മക്കൾക്ക് വേണ്ടിയ കരുതൽ, മക്കൾക്ക് വേണ്ടിയ സൂക്ഷിപ്പ്, മക്കൾക്ക് വേണ്ടിയ കാവൽ ഒക്കെ കൃത്യമായി ചെയ്യുന്ന ഒരപ്പൻ.
ഒരു സ്തോത്രം പറയാമോ ദൈവത്തിന്? ഒരു ഹല്ലേലൂയ പറയാമോ ദൈവത്തിന്? അപ്പൻ്റെ പ്രേക്ഷിത ദൗത്യം പോലും മാറ്റിവെച്ചിട്ട് ഒരു മകന് വേണ്ടി എഫേർട്ട് എടുക്കുകയാണ് അപ്പൻ. മകനെ സംരക്ഷിക്കാൻ, ഇരുട്ടിൻ്റെ ശക്തികൾ മക്കളെ തൊടാതിരിക്കാൻ, ഇരുട്ടിൻ്റെ ഭയം അവരെ പിടിക്കാതിരിക്കാൻ, ഇരുളിൻ്റെ പ്രവൃത്തികൾ അവരെ തൊടാതിരിക്കാൻ ഒരപ്പൻ എഫേർട്ട് എടുക്കുക. മനോഹരമായ തോട്ടത്തില് അപ്പനെടുക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും കൃത്യമായി എടുത്ത ഒരപ്പൻ എല്ലാ ദിവസവും തോട്ടത്തിൽ വരുന്നത് പതിവായിരിക്കെ ഒറ്റ ദിവസം മാത്രം തന്ത്രപ്രകാരം ഒരു താകത്ത് കയറി. ഒരു സ്വോത്രം പറഞ്ഞ് പോരാ. തന്ത്രപ്രകാരം ഒരുത്തൻ ഒരു ദിവസമേ കയറിയുള്ളൂ. എല്ലാ ദിവസവും അപ്പം വരും. അപ്പനും മക്കളുമായിട്ട് എന്ത് സന്തോഷാന്നറിയാവോ? നമ്മുടെ അപ്പനും നമ്മുടെ മക്കളുമായിട്ട് സന്തോഷിക്കുന്നത് നമുക്ക് വലിയ ആനന്ദമാണെങ്കിലും പുറത്തൊരുത്തൻ നിപ്പുണ്ട് ഈ സന്തോഷത്തേക്ക് എടുക്കാൻ. തന്ത്രം മനഞ്ഞുകൊണ്ട് ഒരുത്തൻ പുറത്ത് നിപ്പുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, സഭകളിൽ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസൻ മാത്രമല്ല, വീടുകളിൽ പ്രാർത്ഥിക്കുന്നൊരു കൊച്ചുപദേശം കൂടെയാണ് ഞാൻ. വചനങ്ങൾ കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നെന്ന് അഭിമാനിക്കുന്ന പല ഭവനത്തിൻ്റെ അകത്തളങ്ങളിലും ഇന്ന് സന്തോഷം കെട്ടുപോയിക്കൊണ്ടിരിക്കുക. സന്തോഷമില്ല. ഒരു സ്വോത്രം പറഞ്ഞേ. ഈ കഴിഞ്ഞ ദിവസം ഒരിടത്ത് എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. എന്നോട് അവിടുത്തെ ദൈവദാസൻ പറഞ്ഞു, പാസ്റ്ററെ ആ മോനെ ഒന്ന് വിളിക്കണേ എന്ന് പറഞ്ഞു. മോനെ ഒന്ന് വിളിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ തലേദിവസം മോനെ വിളിച്ചപ്പോൾ ആ മോൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇത്ര മണിക്ക് ഇന്നടുത്ത് വരണം, അവിടെ വന്ന് ഞാൻ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു, സ്ഥലം പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ എത്താം. ഒരു സ്വോത്രം പറഞ്ഞ് പോരാ, കര ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് തൊട്ടടുത്തിരിക്കുന്നവർക്കൊന്ന് ഷേക്കൊക്കെ കൊടുത്തൊരു ഹല്ലേലൂയ പറയാമോ? പോരാ, നല്ല പോലെ സ്വോത്രം. കാര്യം ഈ ഉഷ്ണമൊന്നും ഇല്ലാതെ ഇച്ചിരി AC യുടെ കാറ്റൊക്കെ വരുന്നുണ്ട്, കണ്ണടഞ്ഞു പോകുന്നു എന്നൊരു സംശയമാണ്. സ്വോത്രം. ഞാൻ ഇന്നലെ ഉറങ്ങിയത് 2:30 മണിക്കാണ്. സ്വോത്രം. 2:30 മണിക്ക് ഉറങ്ങി. ഇച്ചിരി നേരത്തെ ഉറങ്ങാമെന്ന് ഓർത്ത് കിടന്നപ്പോൾ 7 മണിക്ക് കോള് വന്നു. എൻ്റെ ഉപ്പാപ്പൻ, എൻ്റെ അപ്പൻ്റെ അനിയൻ രാവിലെ 7 മണിക്കെടുത്ത് ചായ ചോദിച്ചു. ചായ കുടിച്ചു. ഒരു കവള് കുടിച്ചപ്പോൾ പുള്ളി നിലത്തോട്ടങ്ങ് വീണു. പുള്ളി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ പിന്നെ 8 മണിക്ക് അവിടെ ചെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. 4 മണിക്കാണ് ഫ്യൂണറൽ. അത് കഴിഞ്ഞാൽ ഓടി ഇങ്ങോട്ട് പോകുന്നത്. സ്വോത്രമേളിൽ ഇനി തിരിച്ചു പോകണം. ഞാൻ പറഞ്ഞത് സ്വോത്രമേളിയ ആ സ്വോത്രം അല്പസമയം ഉറങ്ങിയിട്ടുള്ളൂ, എങ്കിലും കുഴപ്പമില്ല, ദൈവം നിർത്തും. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. ഞാനിന്നലെ രാത്രി 2:30 മണി വരെ ഉറങ്ങാത്തത് മറ്റൊന്നുമല്ല, ഇന്നിവിടെ വരണമല്ലോ. ഞാൻ 12 മണിയോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ സമയം പ്രാർത്ഥിച്ചു. 11:45 മീറ്റിംഗ് കഴിഞ്ഞ് എത്തിയത്. 12:15 തൊട്ട് 2-2:30 മണിയുടെ പ്രാർത്ഥിക്കാൻ ഒരു നിയോഗത്തിൽ ഞാനങ്ങ് പ്രാർത്ഥിച്ചു. സ്വോത്ര എന്താ ഇവിടെ പ്രസംഗിക്കേണ്ടതെന്ന് ഓർത്ത് ഒക്കെ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ദൂത് സഭയ്ക്ക് വല്ലതും ഉണ്ടെങ്കിൽ തരണേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വന്നത്. സ്വോത്ര അതുകൊണ്ട് എൻ്റെ ശുശ്രൂഷ ശോഭിക്കാൻ ആരും കണ്ണടച്ച് പ്രാർത്ഥിക്കണ്ട. ഇപ്പോൾ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ കണ്ണു തുറന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. സ്വോത്ര അതാ ഇച്ചിരി നല്ല ഒരു ഹല്ലേലൂയ ഉറക്കം പറഞ്ഞേ ദൈവത്തിന്. ശ്രദ്ധിച്ചോ ദൈവമക്കൾ? സ്വോത്രം വെള്ളിയ സ്വോത്ര. ഞാൻ പിറ്റേ ദിവസം ആ ദൈവ സഹോദരൻ പറഞ്ഞ് ആ സ്ഥലത്ത് ചെന്നു. അദ്ദേഹം എന്നെ അവിടെ വെയിറ്റ് ചെയ്തു. ഞാനവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ സ്ഥലം പറഞ്ഞു തരാത്തോണ്ടല്ല, വീട്ടിൻ്റെ ഒരു അന്തരീക്ഷം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. 48 വർഷമായി ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. സ്വോത്ര ഞങ്ങളൊരു ദേശത്തൊരു മാന്യമായ കുടുംബമാണ്. വർഷങ്ങളുണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ അപ്പന് ഒരു രോഗമുണ്ട്. ഞങ്ങൾക്ക് അതെന്താ രോഗം? സ്വോത്ര ഞാൻ വിചാരിച്ചു വല്ല തലവേദനയോ കഴുത്തുവേദനയോ ശരീരവേദനയോ മാരകമായ രോഗങ്ങൾ വല്ലതും ആയിരിക്കും. സ്വോത്ര അപ്പം പറഞ്ഞു, ഇല്ല, അപ്പൻ കഴിഞ്ഞ 7 മാസമായി നിർത്താണ്ട് തെറി വിളിക്കുക. അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് അപ്പൻ നിർത്താണ്ട് രാവും പകലും നിർത്താണ്ട് തെറി വിളിക്കുക. സ്വോത്ര ഇതിനൊന്ന് അവസാനിക്കണം. അതിനുവേണ്ടിയാണ് പാസ പ്രാർത്ഥിക്കാൻ വിളിച്ചത്. സ്വോത്ര ചിലപ്പം പാസ വീട്ടിൽ കയറുമ്പോൾ ഈ ഇംഗ്ലീഷൊക്കെ കേട്ടോണ്ടായിരിക്കും കയറാൻ പറ്റുന്നത്. അതുകൊണ്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരാൻ ഞാൻ അഡ്വാൻസായിട്ട് പറഞ്ഞാന്ന് പറഞ്ഞു. അയ്യോ സ്വോത്ര ഞാൻ അവിടെ ചെന്നു. എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ
ആമേശ്വരൻ ഈ ഹോം തിയേറ്റർ പോലെ സിസ്റ്റം വെച്ചിട്ട് നല്ല വോളിയത്തിൽ സിസ്റ്റം വെച്ചിരിക്കുക. പക്ഷേ ഞാൻ ആ വാതിക്കലോട്ട് കയറിയപ്പോൾ ഇതുവരെ കേൾക്കാത്ത നൂതന ഇംഗ്ലീഷും കേട്ടോണ്ടാണ് ഞാൻ കയറിയത്. ആ ഇംഗ്ലീഷ് മനസ്സിലായല്ലോ. ABC അല്ല കച്ചടത്തപ്പായി നല്ലത്. ഇതും കേട്ടോണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ സ്വോത്രം ആ മനുഷ്യൻ നിർത്താണ്ടൊരു കസേരന്ന് വിളിക്കുക, നോൺ സ്റ്റോപ്പായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. 24 മണിക്കൂർ ഉറക്കം പോലും ഇല്ല. എന്നോട് പറഞ്ഞ് പാസ്റ്റേ കഴിഞ്ഞ 4 മാസം ഉറക്കം ഉണ്ടായിരുന്നു, ഇപ്പോൾ 2-3 മാസം കൊണ്ട് ഉറക്കം പോലും ഇല്ല. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് തീരെ ഉറക്കമില്ല. ഉറക്കക്കുളിയ കൊടുത്തിട്ടും പുള്ളി ഉറങ്ങുന്നില്ല. വല്ലാത്തൊരു അന്തരീക്ഷം. എന്നിട്ട് ഇടയ്ക്ക് ആ മകൻ എൻ്റെ കാതിൽ പറഞ്ഞു, ഇത് മരിച്ചാലേ തീരുവുള്ളെങ്കിൽ അങ്ങനെയും കൂടി പ്രാർത്ഥിക്കാൻ പാസ്റ്റർ സ്വാതന്ത്ര്യമുണ്ട്. അയ്യോ, ഒരു മകൻ അങ്ങനെ പറയണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ അങ്ങോട്ട് കയറി പ്രാർത്ഥിക്കാനിരുന്നു. അപ്പം ഇതിൻ്റെ കാര്യം എന്നാന്ന് കണ്ടുപിടിക്കണമല്ലോ. ഞാൻ പെട്ടെന്നൊന്നും ഒരു വിഷയം പ്രാർത്ഥിക്കുകയല്ല. തലവേദന വന്നാലും പെട്ടെന്ന് ഭാവിഷ എന്നും പറയത്തില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് ആരായും. അങ്ങനെ ഒരു കൊച്ചു കൃപയൊക്കെ ദൈവം തന്നിട്ടുണ്ട്. ഞാൻ പതുക്കെ അങ്ങോട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി കർത്താവ് ഇത് വരാനുള്ള കാരണം എന്നാന്ന് പതുക്കെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പഴയ ഓല ഷെഡായിരിക്കുന്ന ഒരു ആലയത്തെ ദൈവം കാണിച്ചു. പഴയ ഒരു ഓല ഷെഡ്. എന്നിട്ട് ദൈവം പറഞ്ഞു, ഇന്നേക്ക് 32 വർഷങ്ങൾക്ക് മുമ്പേ ആ മകൻ പറഞ്ഞത്, പാസ്റ്റേ 43-42 വർഷം കൊണ്ട് ഞങ്ങൾ ദൈവത്തെ 45 വർഷം കൊണ്ട് ആരാധിക്കുന്നവരാ. ദൈവാത്മാവിനോട് പറഞ്ഞു, ഇന്നേക്ക് 32 വർഷങ്ങൾക്ക് മുമ്പേ ഒരു ഓല ഷെഡായി ഒരു ആലയം ദൈവാത്മാവ് കാണിച്ചു. എന്നിട്ട് ഒരു 6 അടി പൊക്കമുള്ള ഒരു മെലിഞ്ഞൊരു ദൈവദാസനെയും ദൈവാത്മാവ് കാണിച്ചു. ഞാൻ ഇങ്ങനൊരു വെളിപ്പാട് ദൈവാത്മാവ് കാണിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ അമ്മ, ഈ തെറി വിളിക്കുന്ന പുള്ളിയുടെ ഭാര്യയായ അമ്മ പതുക്കെ അടുത്തോട്ട് വന്നിട്ട്, പക്ഷേ അത് ഞങ്ങളുടെ നേരത്തെ ചർച്ച ആലയവാ. 2 വർഷം ഓലയിട്ട ആലയത്തിൽ ഞങ്ങൾ ആരാധിച്ചു. എന്നിട്ട് പെട്ടെന്ന് ദൈവാത്മാവ് എന്നെ കാണിച്ചു, ഈ ഓലയിട്ട ആരാധന ഹാള് മാറ്റിപ്പണിയാൻ വേണ്ടി ഒരു ചർച്ച വെച്ചൊരു രംഗം ദൈവാത്മാവ് കാണിച്ചു. ഇങ്ങനെ ചർച്ച വെച്ചൊരു രംഗം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവദാസനൊരു അഭിപ്രായം പറഞ്ഞത് ഇപ്പോൾ ഇംഗ്ലീഷിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ അന്ന് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഓടിച്ചെന്ന് പാസ്റ്ററിൻ്റെ കോളറിൻ്റെ അളവെടുത്തിട്ട് പരസ്യമായിട്ട് പുൽപ്പിട്ടിൽ നിന്ന് ദൈവദാസനെ തെറി വിളിച്ചു. ഇങ്ങനൊരു രംഗം ദൈവാത്മാവ് കാണിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു ദൈവമക്കളെ, ഈ പ്രായമുള്ള അമ്മ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, പാസ്റ്റേ അങ്ങനെ സംഭവിച്ചു പാസ്റ്റേ. അന്ന് ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, വീട്ടിൽ വന്നപ്പോൾ പോയി ദൈവദാസനോട് ക്ഷമ ചോദിച്ചാലേ ഞാൻ വല്ലതും വെച്ച് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. 1 മാസം ഞാൻ വെച്ചില്ല, ഇടി ഇഷ്ടം പോലെ കൊണ്ട് പാസ്റ്റേ, അങ്ങനെ വിളിക്കരുത് പാസ്റ്റേ എന്ന് പറഞ്ഞു. ഇഷ്ടം പോലെ ഇടി ഞാൻ കൊണ്ടു. 1 മാസം വരെ ഞാൻ ആഹാരം വെച്ച് തരത്തില്ലെന്ന് പറഞ്ഞു. പാസ്റ്ററോട് ക്ഷമ ചോദിക്കാതെ അവസാനം 1 മാസം വരെ വെക്കാതിരുന്ന് മക്കളും അമ്മയും മടുത്തപ്പോൾ പിള്ളേരറിയാവുന്ന രീതിയിലൊക്കെ ഭക്ഷണം വെച്ച് അവസാനം അവരെൻ്റെ കാല് പിടിച്ചപ്പോൾ ഞാൻ വെച്ചതാ പാസ്റ്ററെ. ഇങ്ങനെ ഇന്നു വരെ ക്ഷമ ചോദിച്ചിട്ടില്ല. അന്ന് ദൈവദാസനെ പുൽപ്പിട്ടി വെച്ചിത് പറഞ്ഞപ്പോൾ അന്ന് രാത്രി മുഴുവനും കരഞ്ഞേച്ച് ഈ മനുഷ്യൻ്റെ കാല് പിടിച്ചു പറഞ്ഞു, ആ ദൈവദാസനോട് പോയി ക്ഷമ ചോദിച്ചില്ല. അങ്ങനെ രംഗം ഉണ്ട് ഭാഷ എന്ന് പറഞ്ഞു. ഈ 6-7 മാസം ഒത്തിരി പ്രാർത്ഥനകൾ ഇവിടെ ക്രമീകരിച്ചു. പക്ഷേ ഈ ദൂത് വെളിപ്പെട്ടില്ല. അമ്മ പറയാണ്, ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചു, ദൈവമേ ഇതിൻ്റെ കാരണം വെളിപ്പെടുത്താൻ. ഞാനും ഈ സ്വപ്നം കണ്ടു ഭാഷേ. ദൈവമാണ് വെളിപ്പെടുത്തിയത്. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ക്ഷമ പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, പുൽപ്പിട്ട് നിൽക്കുന്ന അവിശുദ്ധന്മാർക്ക് നേരെ നാം പറയുന്ന വ്യാജങ്ങൾ, നാം പറയുന്ന പ്രവർത്തനങ്ങൾ കാണുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ടെന്ന് എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നു? കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ.
എന്നെ ആ വിഷയം ഭയങ്കരമായി പിടിച്ചു കുലുക്കി. സ്വോത്രം. ഞാൻ പ്രാർത്ഥിച്ചു. സ്വോത്രം. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഒരു 10 മിനിറ്റ് ഈ തെറി ഒന്ന് നിർത്തിത്തരുമോ കർത്താവെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു 10 മിനിറ്റ് നിർത്തിത്തരാം. 10 മിനിറ്റ് നിർത്തി. ഞാൻ അടുത്തോട്ടൊന്ന് ചെവി പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സ്വോത്രം. അപ്പച്ചന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. സ്വോത്രം. ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചവൻ പുള്ളി ചാടി അങ്ങ് എഴുന്നേറ്റു. ചാടി എഴുന്നേറ്റിട്ട് എന്നോട് പറയാണ്, എൻ്റെ പാസ്റ്റർ അതിച്ചിരി വർഷങ്ങൾക്ക് മുമ്പല്ലയോ, അതിപ്പോഴെന്തിനാ പറയുന്നേ? ദൈവത്തിൻ്റെ അമ്മ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മറന്നെങ്കിലും എൻ്റെ തമ്പുരാൻ തൻ്റെ പുസ്തകത്തിൽ അത് കുറിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പൻ ഇതൊന്നും മറന്നിട്ടില്ല. ഒരു സ്വോത്രം പറഞ്ഞ ദൈവത്തിന്. എൻ്റെ അപ്പൻ ഇതൊന്നും മറന്നുപോയിട്ടില്ല. ഞാൻ പറഞ്ഞു, സ്വോത്രം. സ്വോത്രം. എൻ്റെ കർത്താവ് മറന്നിട്ടില്ല. സ്വോത്രം. അപ്പച്ചൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്താ ചെയ്യേണ്ടത്? സ്വോത്രം. കർത്താവ് പറഞ്ഞു, ആ ദൈവദാസൻ എവിടെ ഉണ്ട് അവിടെ പോയി ക്ഷമ ചോദിക്കാൻ പറഞ്ഞു. സ്വോത്രം. ഞാൻ പറഞ്ഞു, ആ ദൈവദാസൻ എവിടെ ഉണ്ട് അവിടെ പോയി ക്ഷമ ചോദിക്കുന്നതിൻ്റെ ആ സമയം ഈ അപ്പച്ചൻ്റെ ഈ ബുദ്ധിമുട്ട് മാറുമെന്ന് പറഞ്ഞു. സ്വോത്രം. അപ്പോൾ ആ മോൻ ചോദിച്ചു, പാസ്റ്റേ ആ ദൈവദാസൻ ഇന്നടുത്താ താമസം, അതുവരെ വണ്ടി കൊണ്ടുപോകാൻ വണ്ടിക്കകത്ത് തെറി വിളിച്ചാൽ എന്ത് ചെയ്യും പാസ്റ്റേ എന്ന് പറഞ്ഞു. സ്വോത്രം. ഞാൻ പറഞ്ഞു, അതിൻ്റെ വീര്യം ഒന്ന് ഉറപ്പിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, അവിടെ എത്തുന്നവരെ കർത്താവ് ഒരു സമാധാനം കൊടുക്കണമേ. 2-2.5 മണിക്കൂർ പോകണം അവിടെ എത്താൻ. പക്ഷേ പുള്ളി ഇപ്പോൾ ആലപ്പുഴയിലാണ് വർക്ക് ചെയ്യുന്നത്. സ്വോത്രം. എന്തായാലും അമ്മ ഒരു പോയി. സ്വോത്രം. പിറ്റേ ദിവസം രാവിലെ പോയി ആ ദൈവദാസനെ കണ്ട് കാലെ പിടിച്ച് ക്ഷമ പറഞ്ഞപ്പോൾ ആ ദൈവദാസൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് ആ ബുദ്ധിമുട്ട് മാറി തുടങ്ങി. സ്വോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഒന്നല്ല, നിരവധി വിഷയത്താൽ ദൈവത്തെ ആരാധിക്കുന്നെന്ന് അഭിമാനിക്കുന്ന ദൈവമക്കള് ഭവനത്തിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇന്നു പകല് ദൈവാത്മാവിൽ പറയാ, ആ ബുദ്ധിമുട്ടുകളെ എതിർത്ത് നിൽക്കാൻ ഒരു കരുത്ത് ദൈവം തരാൻ പോകുകയാണ്. നമുക്ക് വിരോധമായി നിൽക്കുന്ന പ്രതിയോഗിയായ പിശാചിന്റെ പദ്ധതികളെ ജയിക്കാൻ ഒരു ആത്മകരുത്ത്. സ്വോത്രം. 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 ഒരു ഹല്ലേലൂയ പറയാം ദൈവത്തിന്. ഞാനൊരു കാര്യം പറയട്ടെ. സ്വോത്ര. 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 എത്ര കെട്ടിയടച്ച തോട്ടമായാലും, ദൈവം വസിക്കുന്ന തോട്ടമായാലും, ദൈവം ഇറങ്ങി വരുന്ന സ്ഥലമായാലും, തന്ത്രപ്രകാരം അകത്ത് കയറാൻ അവൻ തന്ത്രശാലിയാ. ഒരു സ്വോത്രം പറഞ്ഞോട്ടെ. പോരാ ശക്തിയോടെ. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ സന്ധ്യാസമയമാകുമ്പോൾ, പ്രഭാത സമയമാകുമ്പോൾ, ഉച്ച സമയമാകുമ്പോൾ കുറുമ്പ്രാവ് ഞരങ്ങുന്ന പോലെ ഞരങ്ങി പ്രാർത്ഥിച്ച് വീടിനെ കോട്ട കെട്ടി പ്രാർത്ഥിക്കുന്ന ഒരു സുന്ദരകാലം നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഉണ്ടായിരുന്നു. അത് ചെയ്യുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു കാര്യം ദൈവാത്മാവിൽ പറയാ, എത്ര കോട്ട കെട്ടിയാലോ, എത്ര കോട്ടമതിൽ കെട്ടിയാലോ, സ്വോത്ര, തന്ത്രശാലിയായി അകത്ത് കയറാൻ വ്യഗ്രതപ്പെടുന്ന ഒരുവൻ നമ്മുടെ പുറത്ത് നിപ്പുണ്ട്. സ്വോത്ര. ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന പല കുടുംബത്തിനകത്ത് ഇവൻ തന്ത്രപരമായി കയറിയിട്ടുണ്ട്. ഒരു സ്തോത്രം പറയാമോ ദൈവത്തിന്? പോരാ ശക്തിയോടെ, ശക്തമായിട്ട്. ഇവൻ തോട്ടത്തിനകത്ത് കയറിയൊന്നൊരു തെളിവ് പറയാം, 2-3 തെളിവ് പറയാം. സ്വോത്രം. ഇവൻ തന്ത്രപ്രകാരമാണ് കയറിയത്. അവൻ കേരള വഴി കൂടെ പറയാം. തന്ത്രശാലിയാ പിശാച്. ഇനി ബൈബിൾ പഠിച്ചപ്പോ ദൈവം കെട്ടിയടച്ച തോട്ടമാണ്. പിശാചിന് പറയാനൊരു അഹങ്കാരമുണ്ട്. ദൈവം കെട്ടിയടച്ച തോട്ടത്തിനകത്ത് കയറാൻ എനിക്ക് പറ്റില്ല. ദൈവം നമ്മുടെ കുടുംബത്തിന് വേണ്ടി പണിതിരിക്കുന്ന വേലിയെ പൊളിച്ച് അകത്ത് കയറാൻ ഒരു പിശാചിനും കഴിയില്ല. പക്ഷേ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മൃഗങ്ങളെ സൃഷ്ടിച്ച ദൈവം ഒരഭിപ്രായം പറയാതിരിക്കുമ്പോ പാമ്പിനോട് മാത്രം പറഞ്ഞു, നീ കൗശലമുള്ളവാ, നീ ആരാ?
നീയും തന്ത്രശാലിയാ. ഒരു സ്വോത്രം പറഞ്ഞ്. ബൈബിൾ പറയുന്നു പാമ്പ് എങ്ങനെയുള്ളത്? കൗശലമേറിയത് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കുബുദ്ധിയൊക്കെ ഉള്ളത്. ഈ പാമ്പിലൂടെ അകത്ത് കയറിയത്. ഇനി അകത്ത് കയറിയുള്ള പ്രശ്നം, അകത്ത് കയറിയാൽ അവൻ ആദ്യം നോട്ടം വെക്കുന്നത് ഭവനാന്തരീക്ഷത്തെയാ, കുടുംബാന്തരീക്ഷത്തെയാ. നിങ്ങൾ നോക്കിയോണേ, ഇവൻ പതുക്കെ അകത്ത് കയറി നേരെ ഹവ്വയുടെ അടുക്ക വന്ന്, ഹവ്വ ഇപ്പം നിൽക്കുന്നത് സൂത്രം പാമ്പും അവൻ പിശാചും ഹവ്വയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ആ സംസാരത്തിൽ നോക്കിക്കോണേ, പാമ്പ് ചോദിച്ചു, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാവോ? സഹോദരി എന്താ പറഞ്ഞു? എന്താ പറഞ്ഞു? തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം. ഇത് വായിക്കാനല്ല പറഞ്ഞു, അറിയാവുന്നവർ പറയാനാ പറഞ്ഞു. എന്താ പറഞ്ഞു? തിന്നരുതെന്ന് ഒന്നുകൂടെ പറഞ്ഞു. സത്യത്തിൽ കള്ളമാണോ പറഞ്ഞേ? അതുകൊണ്ട് എന്നാ പറ്റി? ദൈവം വെച്ച കരുതൽ നടപടിയിൽ നിന്ന്, ദൈവം വെച്ച കാവലിൽ നിന്ന്, ദൈവം വെച്ച സംരക്ഷണത്തിൽ നിന്ന്, ദൈവം തനിക്ക് വേണ്ടി മാത്രം വേർതിരിച്ച സ്ഥലത്ത് നിന്ന് പുറത്തു പോകേണ്ടി വന്നു. ഇന്ന് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പല നന്മകളും നഷ്ടപ്പെടുന്നതിൻ്റെ പുറകില് രഹസ്യമെന്ന് പറയുന്നത് തന്ത്രമായി വരുന്നവന് നമുക്ക് ജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എത്ര പേര് ജയിക്കുന്നു? സ്തോത്രം, സ്തോത്രം. വളരെ തന്ത്രപരമായി അവൻ നമ്മുടെ അടുക്കൽ അവൻ്റെ ആയുധം ആമേശ്വത്രം ഇല്ലാത്തവൻ തന്ത്രപരമായി നമ്മൾ ധരിച്ചിരിക്കുന്ന സർവായുധത്തിൻ്റെ ബലത്തെ കുറപ്പിച്ച് നമ്മുടെ വീടുകളിൽ, നമ്മുടെ വാഗ്ദത്തങ്ങളിൽ, നമ്മുടെ നന്മകളിൽ അവൻ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകല് പറ, ഞാൻ പിടിച്ചിരിക്കുന്ന സത്യവേദ പുസ്തകം ചേർത്ത് വെച്ചുകൊണ്ട് പറയാ, ഇന്ന് പകൽ മുതൽ ഞാനൊരു തീരുമാനമെടുക്കുക, ഏത് തന്ത്രത്തെയും ജയിക്കാനൊരു പാറ്റേൺ. ഈ 2026 ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധം പറഞ്ഞു, ഇതുവരെ കാണാത്ത ചില വാഗ്ദത്തങ്ങളിലേക്ക് തലമുറയെ ദൈവം എടുത്തറിയാൻ വകയാ. ഓ ചൂടാമനഹതരകട്ടി തടയപ്പെട്ട ചില വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം എടുത്തറിയാൻ വകയാ. സ്തോത്ര. ഞാൻ ഇന്നലെ രാത്രി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവാം ദൈവം എന്നോട് പറഞ്ഞു, ഇന്ന് പകൽ ഈ തന്ത്രത്തെ ജയിക്കാൻ നമ്മൾ തീരുമാനിച്ച നാളുകൾ കൊണ്ട് ശരീരത്തെ ബുദ്ധിമുട്ടുന്ന ചില രോഗശക്തികൾ ഇന്ന് പകൽ അഴിയാൻ വകയാണ്. ഇന്നലെ രാത്രി പരിശുദ്ധാത്മാവാം ദൈവം എന്നോട് പറഞ്ഞു, ഒന്നിനു പിറകെ ഒന്നായി ഒരു മാലയിൽ മുത്തുകോർത്തിറക്കുന്ന പോലെ നമ്മെ പിന്തുടരുന്ന ചില രോഗശക്തികൾ ഇന്ന് പകൽ വഴിമാറുക. Yes. Chudabana hadarajala khadagamana digaragajala khadagashiara sagarabaduri birigadagadana gadana yamdaradiana ഉടകമനഗതിരി ഘടകജല ഘടക സന്തരാധിയാര ബൗഢിയംധനെ ഉജിരി ഘടകജന ഘടക ശംഭവാരിയം ധൽക്കമാരകക്ഷിക്കരകജന. എത്ര ഡോക്ടറെ കണ്ടിട്ടും എത്ര ചികിത്സ ചെയ്തിട്ടും ഇന്നും ശരീരത്തെ പിന്തുടർന്ന ചില രോഗശക്തികൾ ഈ ആരംഭ പകലില് ഇന്ന് പകൽ ശരീരത്തിന്മേൽ ഒരു വിടുതലാകുക.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുക. അരയ്ക്ക് താഴോട്ട് കാലിന് നടക്കാൻ കഴിയാതെ കൊണ്ട് പ്രശ്നങ്ങൾ വാരിയെറിഞ്ഞ് വായ്ത്തത്വമുള്ള ദൈവവേദനെ ഒതുക്കാൻ ശ്രമിക്കുന്ന പിശാചിന്റെ തന്ത്രത്തെ ഇന്ന് പകൽ വെട്ടിയെറുക്കുന്ന ഒരു അഭിഷേകത്തിന്റെ കരം. ചുടമനഗദല രഹസ്യം കമന ദൈവത്തിന്റെ പരിശുദ്ധമ പറയാണ്, നിനക്കൊരു ദീർഘദൂര യാത്രയുണ്ട്, പക്ഷേ അതിനെ തടഞ്ഞുകൊണ്ട് നിന്റെ ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ ആരാധന ഹോളി വെളിപ്പെടട്ടെ. ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, സൗഭാഗ്യങ്ങളില്ലാഞ്ഞിട്ടല്ല, കരയുന്ന ചില മാതാക്കളെ ദൈവാത്മാവെന്നെ കാണിച്ചു. രാത്രി ഉറക്കമില്ലാതെ ഉറക്കമില്ലാതെ തലമുറയോർത്ത് കരയുന്ന, തലമുറയോർത്ത് ഭാരപ്പെടുന്ന ചില മാതാക്കളെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ദർശിപ്പാനിടയായി. ഇന്ന് പകല് സ്വർഗം പറയാണ്, അവനെ എവിടെ വെച്ചിരിക്കുന്നെന്ന് ചോദിച്ചുകൊണ്ട് യേശു അടുത്തു വന്നതുപോലെ നിന്റെ വിഷയത്തെ തൊട്ടിടപെടാൻ എന്റെ യേശു ഇന്ന് പകൽ ഈ ആലയത്തിൽ വന്നിട്ടുണ്ട്. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ട് ഒരു റിസൾട്ട് കാണാൻ കഴിയാതെ ഇന്നും തലമുറയോർത്ത് ഭാരപ്പെടുന്ന മാതാവേ, നിന്റെ വിഷയത്തെ ദൈവം തൊടാൻ പോകുകയാ, നിന്റെ പ്രശ്നത്തെ ദൈവം തൊടാൻ പോകുകയാ. നിന്റെ പ്രശ്നത്തെ ദൈവം കൈകാര്യം ചെയ്യാൻ പോവാ. ഓ റബര ഹടഗജനഗജന, ജനിച്ച സമയം മുതൽ തന്നെ ആ കുഞ്ഞിന് നേരെ പോരാടുന്ന പിശാചിന്റെ അഹങ്കാരം, ദൈവത്തിന്റെ പരിശുദ്ധമ പറയുന്നു, നിന്റെ സങ്കടത്തെ തുടച്ചു മാറ്റി ആ തലമുറയെ ദൈവം വിടുവിക്കാൻ പറയാ. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. പരിശുദ്ധാത്മാവ് ദൈവം വളരെ വ്യക്തമായി പറയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഉപവാസം. സ്വത്ര സ്വത്ര. ചില നാളുകളായി പിശാച് തന്ത്രപൂർവ്വം ഇടപെടാൻ തുടങ്ങിയിട്ട്, ചില നാളുകളായി പിശാച് തന്ത്രപൂർവ്വം ഇടപെടാൻ തുടങ്ങിയിട്ട് വാമസ്വത്ര. ചിലപ്പോ രാത്രി ഉറക്കമില്ല, രാത്രി ഒരു പ്രത്യേക ഭയം. തലമുറയെ ചൊല്ലിയുള്ള ഭാരം വല്ലാതെ തിന്നുകളയുക ശരീരത്തെ. ഒരു ഹല്ലേലൂയ പറയാം ദൈവത്തിന്, ഒരു സ്തോത്രം പറയാം ദൈവത്തിന്. ഹല്ലേലൂയ. 2026 ചില സങ്കടം തുടച്ചു മാറ്റുന്ന വർഷമാണ്. സ്വത്ര. ചില ഭാരം ഇറക്കി വെക്കുന്ന വർഷമാണ്. കുടുംബത്തിനകത്തുനിന്ന് ഒരു ഭാരം ദൈവം ഇറക്കി കളയുക. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽ
കരമടിച്ചു ദൈവത്തെ സ്തുതിക്കാം. അമ്മ പറയാണ് നാം അറിയാതെ നമുക്കത് ഗ്രഹിക്കാൻ കഴിയാതെ ചില വിഷയങ്ങൾ മാത്രം അവൻ ടാർഗറ്റ് ചെയ്ത് തലമുറയ്ക്ക് നേരെ പിശാച് ആയുധമായി എഴുന്നേൽക്കുമ്പോൾ ഇന്ന് പകൽ സ്വർഗം പറയുക, സർവായുധവർഗം ധരിച്ചവൻ ആ വായുധവർഗം എടുക്കണം. ഇന്ന് പകൽ എടുക്കാൻ നീ തയ്യാറായാൽ ഇന്ന് പകൽ വെട്ടാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. ഇന്ന് പകൽ എടുക്കാൻ നീ തയ്യാറായ ഇവിടുന്ന് മൂന്നാമത്തെ റോയിൽ ആ രണ്ടാമതിരിക്കുന്ന ആ സഹോദരിയുടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, ചില രാത്രികൾ ഉറക്കമില്ലാത്ത രാത്രികളായി, ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ പോലെ ഒരു വല്ലാത്ത വിഷമം തിന്നുകൊണ്ടിരിക്കുക. ചിലരെ ചൊല്ലിയുള്ള ഭാരം വല്ലാതെ ശരീരത്തെ അലട്ടുന്ന ദൈവാത്മാവ് കാണുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, ഇന്നേക്ക് 13 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഭവനത്തിന് നേരെ, ജീവിതത്തിന് നേരെ, തലമുറയ്ക്ക് നേരെ 13 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ എഴുന്നേറ്റ ദുഷ്ടന്റെ ആധിപത്യം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവാം ദൈവം എന്നോട് പറയുകയാണ്, ചില ടാർഗറ്റ് കുറിച്ചിട്ടുകൊണ്ട് ഭവനത്തിനകത്ത് ജയമെടുക്കുമെന്ന് പറഞ്ഞ് പിശാച് വാദിക്കുമ്പോൾ ഇന്ന് പകൽ സ്വർഗം പറയാ, 2026 കുടുംബത്തെ ദൈവം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. സ്വത്രം ആമേൻ. ഭാരപ്പെടുന്ന വിഷയത്തെ ദൈവം തൊടാൻ പോകുകയാണ്. ഭാരപ്പെടുന്ന വിഷയത്തെ ദൈവം തൊടാൻ പോകുകയാണ്. സഹോദരി കരഞ്ഞ വിഷയത്തെ ദൈവം തൊടാൻ പോകുകയാണ്. ഒരു അത്ഭുത ഭവനത്തിനകത്ത് ദൈവത്താൽ നടക്കാൻ പോകുകയാ. ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങുന്നു. ഒരു ഹല്ലേലൂയ പറയാമോ ദൈവത്തിന്? പരിശുദ്ധാത്മാവാൻ ദൈവം പറയുക, ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉള്ള ആളല്ല. ഞാൻ പ്രാർത്ഥിച്ചു. 12:15 കഴിഞ്ഞ് പ്രാർത്ഥിക്കാനിരുന്നു. 2:15 ഇപ്പം എൻ്റെ അരക്ക് താഴോട്ട് കാലെല്ലാം മരവിക്കാൻ തുടങ്ങി. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ല. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ വൈഫിനെ വിളിച്ചു. എൻ്റെ വൈഫ് എൻ്റെ രണ്ടാമത്തെ മോളും കൂടെ ഓടി വന്ന് എന്നെ പതുക്കെ പിടിച്ച് എഴുന്നേപ്പി. കാലെല്ലാം മരവിച്ചു. എനിക്ക് നടക്കാൻ വയ്യ, അനങ്ങാൻ വയ്യാത്തൊരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു. ഞാൻ ബെഡേ വന്ന് കിടന്നിട്ട് കർത്താവിനെ വിളിച്ചു, കർത്താവ് ഇതെന്താ? ദൈവത്തിൻ്റെ അമ്മ പറഞ്ഞു, ഇന്ന് ആരാധിക്കാൻ പോകുന്ന സഭയിൽ ചില വ്യക്തികൾക്ക് നേരെ പിശാചിട്ട നുകമാണ്. ദൈവം പറയാ, ദീർഘ
ദൂരെ ഓടേണ്ട ചിലതിന്, ദൈവത്തിൻ്റെ ശബ്ദവുമായി ഓടേണ്ട ചിലതിന്, ദൈവത്തിൻ്റെ കൃപയുമായി ഓടേണ്ട ചിലതിന്, ദൈവത്തിൻ്റെ സന്ദേശമായി ഓടേണ്ട ചിലതിന്, ദൈവത്തിൻ്റെ വാഗ്ദത്തം പിടിച്ച് ഓടേണ്ട ചിലതിന്, ദേശത്തിൻ്റെ ആധിപത്യ ശക്തികൾ ചില വ്യക്തികളുടെ ഇഷ്ടമനുസരിച്ച് ആമേ നേർച്ചയിട്ടതിന് പ്രകാരം കേറി വന്ന പിശാച് ചില ക്ഷേത്രങ്ങളിൽ ഇട്ടിരിക്കുന്ന നേർച്ച മുഖാന്തരം നിന്റെ ശരീരത്തിനെതിരെ തൊടുത്തുവിട്ട പിശാചിന്റെ ആയുധത്തെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവാം ദൈവം പറയാ, ഇത് നിങ്ങളുടെ ദിവസം. സധരമന ഘടകജന കഥനയം ധരാദികൾക്ക് ക്ഷമനകുടിയം ധനെ ഉടമന ഘടകജന കഥനയാരമട്ടി ഘടകജന ബൗഢിയം ധനെ ധീല പ്രൗഢമന ഘടക സംഭവാരി അച്ചൽ കുമാര കക്ഷി ഉദരമന ഘടകജല ബൗഢിയം ധനെ ദിഗൽഖരാദിയാന. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ തീയറങ്ങട്ടെ. ഇന്ന് പകൽ ചില ദേശാന്തര ശക്തികൾ ദൈവത്തിന്റെ വാളിനാൽ വാഗ്ദത്തങ്ങളെ ഒതുക്കി പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയെ ഒതുക്കി ശുശ്രൂഷിക്കുന്നവന്റെ ശുശ്രൂഷയെ ഒതുക്കി വാഗ്ദത്തങ്ങളെ ഒതുക്കി പോരാടുന്ന പിശാചിന്റെ അഹങ്കാരത്തെ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്ര സ്തോത്ര സ്തോത്ര. ഒരു ഹല്ലേലൂയ പറയാമോ ദൈവത്തിന്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവാൻ ദൈവം പറയുന്നു, ശരീരത്തിന്മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങാൻ പോകുകയാണ്. ആമേശ്വത്രം പേശുള്ളിയ നാം അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളൊന്നും പ്രകൃതിയാ വന്നതല്ല, നാം ഏതാണ്ട് കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് വന്നതല്ല. അതിൻ്റെ പുറകിലൊരു ദുഷ്ടൻ്റെ നോട്ടമുണ്ട്. സ്വത്രം പേശുള്ളിയ ഇന്ന് പകൽ സ്വർഗത്തിൽ ദൈവം പറയുന്നു, അവൻ എത്ര കരുത്തനായാലും നമ്മുടെ കർത്താവ് അതിനും മീതെ കരുത്തനായവൻ. സ്വത്ര ഇന്ന് പകൽ സ്വർഗം പറയാ, കരുത്തനായ പിശാചിന്റെ മുമ്പിൽ ഇന്ന് പകൽ തോറ്റേണ്ടവനല്ല. ഇന്ന് പകൽ കർത്താവ് പറയാണ്, ദൈവത്തിന്റെ ദൂതന് സ്വത്രം. Praise the Lord. സ്തോത്ര. കഴിഞ്ഞ ദിവസം എൻ്റെ കാലിന് ചെറിയ നീരൊക്കെ വന്നു. സ്വത്ര കാൽപാദത്തിൽ. സ്വത്രം വിളിയ ഈ കാലിന് നീരൊക്കെ വരുമ്പോൾ ആൾക്കാരിങ്ങനെ ശരീരത്തേക്ക് നോക്കിയിട്ട് പറയും, സ്വത്ര യൂറിനൊക്കെ പോകുന്നുണ്ടോ? ഈ നീരൊക്കെ വരുമ്പോൾ അവർ വിചാരിക്കുന്നത് സ്വത്രം വിളിയ 2 കിഡ്നി അടിച്ച് പോയെന്നൊക്കെ അവർ ചിന്തിക്കുന്നത്. സ്വത്രം വിളിയ ഞാനങ്ങനെ സ്വത്രം എനിക്കൊരു ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ ഫോഴ്സ് ചെയ്തപ്പോൾ ഞാനൊരു സ്വത്രം ബെസുള്ളിയ ഒരു ദൈവദാസൻ്റെ അടുക്കപ്പോൾ, ഒരു പ്രായമുള്ളൊരു ദൈവദാസൻ സ്വത്രം ബെസുള്ളിയ. ഞാനെപ്പോഴും എൻ്റെ വിഷമഘട്ടത്തിൽ ആ പുള്ളിയുടെ അടുക്കലാണ് പോകുന്നത്. സ്വത്രം ഇവിടെ ചെന്ന് എന്നെ കണ്ടപ്പോഴേ അദ്ദേഹം ചോദിച്ചു, എന്നാ മോനെ? ഞാൻ പറഞ്ഞു, സ്വത്രം ബസ് ആ പാസ് ഒന്ന് പ്രാർത്ഥിക്കണം. സ്വത്രം ബെസുള്ളിയ. പുള്ളി കണ്ണടച്ച് പ്രാർത്ഥിച്ച് എന്നോട് ചോദിച്ചു, സ്വത്ര കാലിൽ നീര് വരുന്നുണ്ടല്ലോ, വിഷമത്തിലാണ് വന്നല്ലേ? ഞാൻ പറഞ്ഞു, അതാ സ്വത്രം ബെസുള്ളിയ. പുള്ളി എടുത്ത വായിൽ അതാ ചോദിച്ചു. സ്വത്രേ എന്നിട്ടേ സ്വത്രം ബെസുള്ളിയ എന്നോട് പ്രാർത്ഥിച്ച് 2-3 പേരെന്നോട് പറഞ്ഞു. സ്വത്രം ബെസുള്ളിയ. അപ്പോൾ പേരെന്ന് പറയുന്നത് എൻ്റെ ആത്മാർത്ഥമായ സ്നേഹിതരാ. സ്വത്രം ബെസുൽ പേര്. സ്വത്ര ഞങ്ങട്ട് എന്തോ വെച്ചാ സ്വത്ര അപ്പച്ച എന്തുവാണ്? സ്വത്രം ബെസുള്ളിയ. ഈ പേരുള്ളവരൊക്കെ അറിയാമോ? ഞാൻ പറഞ്ഞു, അറിയാം. സ്വത്ര ആത്മാർത്ഥമുള്ളവരാ. ഞാൻ പറഞ്ഞു, ഓ സ്വത്രം ബെസുള്ളിയ. പാസ്വേർട്ട് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, നല്ല ഫ്രണ്ടാണ്. സ്വത്ര എന്നിട്ട് എന്നോട് ചോദിച്ചു, മോൻ അവരോട് നല്ല ഫ്രണ്ട്ഷിപ്പാണോ? ഞാൻ പറഞ്ഞു, നല്ല ഫ്രണ്ട്ഷിപ്പാണ്, പക്ഷെ അവർക്ക് തിരിച്ചില്ല കേട്ടോ.
ഞാൻ കേട്ട് അതെന്താ? സ്വത്രം ബഹുലിയ. അതിൽ ചിലരാഗ്രഹിക്കുന്നുണ്ട് മോൻ കിടക്കാൻ വേണ്ടി. ഇപ്പം സത്യം പറഞ്ഞ ഇത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ടുപോയി. സ്വത്ര അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പച്ചാന്ന് ചോദിച്ചു. സ്വത്രം ബഹുലിയ. അപ്പം വിശ്വാസം വരുന്നില്ലല്ലേ, ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. സ്വത്ര ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അപ്പച്ചൻ പറയുകയാണ്, സ്വത്രം ബഹുലിയ, ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയായിരുന്നു ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഞാൻ പറഞ്ഞു പോയായിരുന്നു. സ്വത്ര 8 മാസം കൊണ്ട് ഒരു പൈശാചിക ശക്തി, 21 വയസ്സുള്ളൊരു പെൺകുട്ടിക്ക് പൈശാചിക ശക്തികളെ 8 മാസമായിട്ടും പോകുന്നില്ല. ആര് പ്രാർത്ഥിച്ചിട്ടും പോകുന്നില്ല. സ്വത്ര അവിടുത്തെ സഭയിലെ ദൈവദാസൻ അങ്ങ് മടുത്തു. പുള്ളി പ്രാർത്ഥിച്ച് ശാസ്ത്രി വീട്ടിൽ ചെല്ലും, വീണ്ടും കൊള്ളും. പുള്ളി വീട്ടിൽ ചെന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല, ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റില്ല, സഭാ മീറ്റിംഗ് നടത്താൻ പറ്റില്ല. സഭയോ നടത്തി ഒരു ആരാധന വെളിപ്പെടുമെങ്കിൽ ഇവിടെ കിളകും. ആകെ പ്രശ്നമായി. 8 മാസമായിട്ട് ആര് പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം കിട്ടില്ല, പിശാച് പോകുന്നില്ല. അങ്ങനെ ആരോ പറഞ്ഞു, എന്നെ വിളിച്ചു. സ്വത്രം. പക്ഷേ ഞാൻ അവിടെ ചെന്നു. സ്വത്ര ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സഭയിലെ പാസുണ്ട്, ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില ദൈവദാസം, എല്ലാം കൂടി ദൈവദാസന്മാർ മാത്രം 6 പേരുണ്ട്. ഞാനും കൂടെ ചെല്ലുമ്പോൾ 7 പേരാണ്. 7 പേരുണ്ട്. സൂത്രം ഞാൻ ചെന്നപ്പോൾ എനിക്കൊരു പ്രാർത്ഥിച്ച് സൂത്രം ഇതേപോലെ എനിക്ക് സമയം തന്നു. സൂത്രം ഒരു 12 മണിയായപ്പോൾ ഒരു 11:45 സമയം തന്നു. ഇനി പാസ സമയമാണെന്ന് പറഞ്ഞു. സൂത്രം ഞാനിങ്ങനെ പെൺകുട്ടികൾ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, അവിടെ വിശ്വാസികളുണ്ട്, അവിടെ ബന്ധുക്കളെല്ലാം ഇരിപ്പുണ്ട്. സൂത്രം ഞാനിങ്ങനെ മിണ്ടാതെ കണ്ണ് അടച്ച് ഇടയ്ക്ക് കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് ഞാൻ ദൈവാത്മാവിൽ പറഞ്ഞു, കർത്താവേ, യഥാർത്ഥമായി പിശാചിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് പുറത്തു വരാൻ പറഞ്ഞു. അപ്പോൾ ദൈവദാസനെ തട്ടി പറഞ്ഞു, ഇതാണ്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഒരു 2 മിനിറ്റ് എനിക്ക് തരണം. സൂത്ര 2ാമത്തെ പ്രാവശ്യം ഞാനത് പറഞ്ഞു. സൂത്ര 3ാമത്തെ പ്രാവശ്യം പറയുമ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മ, കസേരയിരുന്ന അമ്മ പെട്ടെന്ന് പറയാണ്, എന്നെ പിടിച്ചല്ലേ, ഞാൻ ഇതുവരെ മറഞ്ഞിരിക്കുകയായിരുന്നു, ആർക്കും വെളിപ്പെടാതെ. എന്നെ പിടിച്ചെന്ന് നമ്മൾ താഴോട്ടിരിക്കാൻ പറഞ്ഞു. സൂത്ര താഴോട്ടിരുന്നു. സത്യത്തിൽ പിശാചിരുന്ന എവിളിലല്ല, അമ്മരല്ല. എല്ലാവരും പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വത്രമില്ല. താഴോട്ട് ഇറങ്ങിയിരിക്കാൻ പറഞ്ഞു. ഇറങ്ങിയിരുന്നു. ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. 18 പിശാച് ഉണ്ടായിരുന്നു. 18ാമത്തത് വന്നപ്പോൾ ഇതും കൂടി എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. വിടുതലായി. സ്വത്ര 12 മണിക്ക് തുടങ്ങി 1:15 വിടുതലായി. സ്വത്രമില്ല. വിടുതലായി കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഇതിൽ കൂടിയിരുന്ന ചിലർ പറയുകയാണ്, സ്വത്രം നമ്മൾ ഈ 8 മാസം കൊണ്ട് എന്തുവാ ചെയ്ത്, എന്നാ വെളിപ്പാടല്ലേ, ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. സ്വത്രം വഹലിയ. എന്നിട്ട് എന്നോട് പറയുകയാണ്, ആ അപ്പച്ചൻ പറയുകയാണ്, സ്വത്രം വഹലിയ, ശുശ്രൂഷയിലേക്ക് ഇച്ചിരി അസൂയൊക്കെ ഉണ്ട് കേട്ടോ പലർക്കും. സ്വത്ര ശുശ്രൂഷയിൽ ഇച്ചിരി കണ്ണുകടിയൊക്കെ ഉണ്ട് കേട്ടോ. അവരിൽ ചിലർ ആഗ്രഹിക്കുന്നുണ്ട് മോനൊന്ന് കിടക്കാൻ. സ്വത്ര എഴുന്നേറ്റ് നടക്കാതെ കിടക്കാൻ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടെന്ന്. എൻ്റെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങളുടെ കാര്യമല്ല. നിങ്ങൾ സ്വത്രം പറയണേ. അപ്പൊ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിലും ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവരുടെ കൂട്ടത്തിലും അസൂയൊക്കെ ഉള്ളവരുണ്ടെന്ന് എനിക്ക് അന്നാ മനസ്സിലായത്. ഒരു സ്വത്രം പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു കാര്യം പറയാ, ആരൊക്കെ കിടക്കാൻ ആഗ്രഹിച്ചാലോ വിളിച്ചവൻ വിശ്വസ്തനാകയാൽ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? വിളിച്ചവൻ വിശ്വസ്തനാകയാൽ ഇന്ന് പകല് സ്വർഗം പറയാ, ആ പദ്ധതി പൊളിയാൻ പറയാ. യേശുവിന്റെ നാമത്തില് ഈ 2ാം ദിവസം പകൽക്കാലം, ഇന്ന് പകൽ പരിശുദ്ധമ പറയാണ്, ചില പദ്ധതി പൊളിയ. ദൈവത്തിന്റെ തീ. രക്തം ചെയ്യും. പരിശുദ്ധാമന്റെ സാന്നിധ്യം ചലിക്കുകയാണ്. ആരാധിക്കുന്ന ദൈവമക്കളെ, നമുക്ക് വിരോധമായി കയറി വന്ന ചില അസൂയയുടെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയുടെ വ്യാപാരം നമ്മെ ഓട്ടത്തെ തീർത്താൻ ശക്തിയോടെ ശ്രമിക്കുമ്പോ ഇന്ന് പകൽ പരിശുദ്ധമ പറയാണ്, അതിനെ വെട്ടുക ദൈവം. ദൈവത്തിന്റെ സാന്നിധ്യം.
തലമുറയ്ക്ക് നേരെ, കുടുംബത്തിന് നേരെ, നിന്റെ ആരാധനയ്ക്ക് നേരെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ, നിന്നിലൂടെ വെളിപ്പെടുന്ന ശുശ്രൂഷയ്ക്ക് നേരെ, ദൈവം തന്ന പ്രേക്ഷിത ദൗത്യത്തിന് നേരെ വാളോങ്ങി വരുന്ന പിശാചിന്റെ തന്ത്രം ഇന്ന് പകൽ അഴിയട്ടെ. സ്തോത്ര സ്തോത്ര. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽ പരിശുദ്ധമ പറയാണ്, ചില കുടുംബം വിടുവിക്കപ്പെടാൻ പോകുകയാ, ചില കുടുംബം വിടുതലാകാൻ പോകുകയാ, ചില ഭവനങ്ങൾ വിടുവിക്കപ്പെടാൻ പോകുകയാ. ഒരു കാര്യം ദൈവാത്മാവിൽ പറയട്ടെ, എപ്പോഴാണ് ഈ പിശാച് ശക്തമായി പോരാടുന്നത്? എൻ്റെ ബലം കുറപ്പിക്കാൻ, ഞാൻ ധരിച്ചിരിക്കുന്ന സർവായുധ വർഗത്തിൻ്റെ ബലം കുറപ്പിച്ച് എന്നെ ഒതുക്കാൻ എപ്പോഴാ പോരാടുന്നത്? ഒരു വിഷയം പറഞ്ഞേ ഞാൻ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി. ഗന്നസരേത്ത് തടാകത്തിൻ്റെ ഓരത്ത് നിൽക്കുമ്പോൾ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടാതെ, നാളകളെ പ്രതീക്ഷകൾ വിട്ടുകളയാതെ വല കഴുകിക്കൊണ്ടിരിക്കുന്ന പത്രോസിൻ്റെ അടുക്കലേക്ക് യേശു കർത്താവ് നടന്നെടുക്കുമ്പോൾ ഗന്നസരേത്ത് തടാകത്തിൻ്റെ നടുവിൽ കൂടിയ ജനത്തിൻ്റെ ആഴം മനസ്സിലാക്കി, ആഗ്രഹം മനസ്സിലാക്കി, സീമോൻ പത്രോസിലുള്ള പടകിലൊന്ന് കയറിയച്ച് അല്പം മുമ്പിലേക്ക് നീക്കാൻ പറഞ്ഞ് ആ പടകിൽ നിന്ന് യേശു പ്രസംഗിച്ചു. പടകിൽ നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞ യേശു പത്രോസിനോട് പറഞ്ഞു ആഴത്തിലേക്ക് വലയിറക്കാൻ. അപ്പോഴാ പത്രോസ് വാ തുറന്ന് പറയുകയാണ്, രാത്രി മുഴുവനും അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിൽ ഞാൻ വലയിറക്കാം. വല നിറച്ച്, പടക് നിറച്ച് മീൻകൂട്ടം കിട്ടിയപ്പം പത്രോസ് പറയാ, പാപിയായ മനുഷ്യൻ എന്നെ വിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് കർത്താവ് പത്രോസിന് പറഞ്ഞു, ഇനി നീ മീൻ പിടിക്കുന്നവനല്ല, നീ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഒരു സ്വോത്രം പറഞ്ഞോട്ടെ, മനുഷ്യനെ പിടിക്കുന്നവനാക്കും. സ്വോത്ര. ഫിലിപ്പിൻ്റെ കൈസരിയിൽ ഇരിക്കുമ്പോൾ യേശു കർത്താവ് ചോദിച്ചു, പൊതുജനം എന്നെ ആരെന്ന് പറയും? ശിഷ്യന്മാർ 4 അഭിപ്രായം പറഞ്ഞു. ഒന്ന്, ചിലർ പറയുന്നു നീ യോഹന്നാൻ സ്നാപകൻ, ചിലർ പറയുന്നു നീ ഏലിയാവ്, ചിലർ പറയുന്നു നീ പ്രവാചകന്മാരെ ഒരുത്തൻ, ചിലർ പറയുന്നു നീ ഇരമ്യാവ്. സ്വോത്രം. ഈ 4 അഭിപ്രായം കേട്ടപ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? 12 പേരുടെ കൂട്ടത്തിൽ ഒരുവനായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പത്രോസ് പറയും, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഉടനെ യേശു പറയാ, ജഡരക്തമല്ല നിന്നെ വെളിപ്പെടുത്തിയത്, സാക്ഷാൽ ദൈവമാണ് നിന്നെ വെളിപ്പെടുത്തിയത്. സ്വോത്ര. എന്നിട്ട് കർത്താവ് പറയാണ്, നീ പ്രാപിച്ച വെളിപ്പാട്, ജീവനുള്ള ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന് പ്രാപിച്ച ആ വെളിപ്പാടിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. സ്വോത്ര. ക്രിസ്തു എന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാട് കിട്ടിയ പത്രോസേ, നിന്നെ അതിനോട് ചേർത്ത് പണിഞ്ഞ് ആ ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് ഒന്നാമത്തെ കല്ലായി ചേർത്ത് പണിയാൻ ഞാൻ നിന്നെ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരാൻ പോവുക. സ്വോത്ര. നോക്കണേ, മനുഷ്യനെ പിടിക്കുന്നവരാക്കും, സഭ പണിയാൻ ദൈവം കൃപ തരും, ദൈവരാജ്യത്തിൻ്റെ താക്കോൽ തരും. ഇടയ്ക്ക് കർത്താവ് പറഞ്ഞു, നീ എൻ്റെ ആടുകളെ മേയ്ക്കുന്ന ഇടയൻ. ഇത്രയും വാഗ്ദത്തം പത്രോസിനകത്തുണ്ട്. പക്ഷേ ഇതൊന്നും നിറവേറുന്നില്ല. 3-3.5 വർഷം കൊണ്ട് ഇതിൻ്റെ പുറകാലം നടക്കുക, ഇതൊന്നും നടക്കുന്നില്ല. സ്വോത്ര. പക്ഷേ ഈ വാഗ്ദത്തം വെളിപ്പെടാൻ സമയമായി വരിക എന്ന് പറഞ്ഞാൽ ഇനി തികച്ച് കഷ്ടി 2 മാസം പോലും തികച്ചില്ലാതെ ഈ പത്രോസ് എന്ന് പറഞ്ഞ വാഗ്ദത്തമില്ല ഒറ്റ ദിവസം കൊണ്ട് നിറവേറാൻ പോവാ. ഒരു സ്വോത്രം പറഞ്ഞ്. പക്ഷേ ഈ വാഗ്ദത്തം നിറവേറാൻ സമയമാകുമ്പോ ഞാനും നിങ്ങളും നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം പ്രാപിക്കാൻ അടുത്തു വരുന്ന സമയം. ഇനി അല്പദൂരം മാത്രം, അല്പ ദിവസം കഴിയുമ്പോൾ ഈ വാഗ്ദത്തം ഞാൻ പ്രാപിക്കുക. ഈ പ്രാപിക്കേണ്ട സമയം വരുമ്പോഴാണ് തന്ത്രപൂർവം പിശാച് നമുക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. എന്തിന്? നമ്മെ കൊണ്ട് കള്ളം പറയിപ്പിക്കാൻ. നോക്കണേ,
ഒലിവുമലയിൽ നിന്ന് കർത്താവിനെ പിടിക്കാൻ വന്ന പടയാളി വരെ വാളെടുത്തു വെട്ടി തൻ്റെ ഇടം വെളിപ്പെടുത്തിയ പത്രോസേ, തീ കായുന്നവിടെ കൂട്ടത്തിൽ ചെന്നിരുന്നപ്പോ ഒരു സഹോദരി ചോദിച്ചു, നീയും ആ ഗലീലക്കാരനോട് കൂടെയുള്ളവൻ? അപ്പൊ എന്തോ പറഞ്ഞു? എനിക്കവനെ അറിയത്തില്ല, ഞാൻ കണ്ടിട്ട് പോലും. ചുമ്മാ പറയല്ല, പ്രാകാനും ആണയിടാനും 3.5 വർഷം കൂടെ നടന്ന പുള്ളി പറയാ ആ യേശുവിനെ അറിയത്തില്ല. പത്രോസേ, നീ അറിയത്തില്ലെന്ന് പറഞ്ഞ ദിവസം മുതൽ യേശു ക്രൂശിച്ച് കല്ലറയിൽ 3 ദിവസം, ഉയർത്തെഴുന്നേറ്റ് ഭൂമിയിലായിരുന്ന 40 ദിവസം, 43 ദിവസം, കാത്തിരുന്ന 10 ദിവസം, 53 ദിവസം കഴിയുമ്പോൾ നിന്റെ വാഗ്ദത്തം വെളിപ്പെടാൻ പോവാ. ഈ 53 ദിവസത്തിന് മുമ്പേ യേശുവിനെ വരെ തള്ളിപ്പറയുന്ന നിലവാരത്തിൽ അവൻ തന്ത്രപൂർവം കളിച്ചു. എത്ര പേർക്ക് അവൻ്റെ തന്ത്രം മനസ്സിലായി? ഒരു സ്വോത്രം പറഞ്ഞേ. ഇപ്പൊ ആരെ കൂടെ തള്ളി കള്ളം പറയാണ്? യേശുവിനെ പോലും അറിയത്തില്ലെന്ന്. അപ്പം അവന്റെ തന്ത്രം നിങ്ങൾ ഓർത്തു നോക്കിയേ. പത്രോസിനോട് ഈ കളിയാണ് പിശാച് കളിക്കാൻ. നമ്മുടെ കാര്യം വല്ലതും പറയണോ? ഹലോ, മനുഷ്യനെ പിടിക്കുന്നവനാക്കും, സഭയെ അടിസ്ഥാനമിട്ട് പണിയും, ദൈവരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് തരും, നീ ആടുകളുടെ ഇടയനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് 3.5 വർഷം കൊണ്ട് കാതുകളിൽ കേട്ട ദൂത് പെന്തക്കോസ്ത് നാളിൽ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ സഭയ്ക്കകത്ത് കയറ്റി ഒറ്റ ദിവസം കൊണ്ട് കേട്ട വിടുതൽ നടക്കാൻ പോവുക. നാം കേട്ട വാഗ്ദത്തോട് നാം അടുത്തു വരുമ്പോ, നാം കേട്ട ദൈവപ്രവൃത്തിയോട് നാം അടുത്തു വരുമ്പോ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറകളിൽ, നമ്മുടെ ഭവനത്തിനകത്ത് വെളിപ്പെടേണ്ട വാഗ്ദത്തോട് അടുത്തു വരുമ്പോ അവൻ വളരെ തന്ത്രമായി നമുക്കെതിരെ ഫൈറ്റ് ചെയ്യും. അവിടെയാണ് നാം എതിർത്ത് നിൽക്കേണ്ടത്. സ്വത്രം പ്രാകാൻ തുടങ്ങി, ആണയിടാൻ തുടങ്ങി, അറിയത്തില്ലെന്ന് പറയാൻ തുടങ്ങി. ഒരു സ്വോത്രം പറഞ്ഞേ. സ്വോത്ര, ഞാനെന്തിനാ സ്വോത്രം പറയിപ്പിച്ചെന്നറിയാമോ? യേശു ഡയറക്റ്റ് പറഞ്ഞു, 2 വട്ടം കോഴി കൂന്നതിന് 3 വട്ടം എന്ത് ചെയ്യും? ഇതെല്ലാം കേട്ടിട്ടും അവനെ കൊണ്ട് തള്ളിപ്പറയിപ്പിച്ച പിശാചിന്റെ തന്ത്രം ഓർത്തേ. കള്ളം പറയിപ്പിച്ച പിശാചിന്റെ തന്ത്രം. പക്ഷേ ഒറ്റ നോട്ടം യേശു നോക്കിയപ്പോ അന്ന് പത്രോസ് തീരുമാനിച്ചു, ഇതുവരെ എൻ്റെ പരാജയത്തിന്റെ ദിവസം, അപ്പനെ നോക്കിയത് മുതൽ ഇനി ഞാൻ വിജയത്തിന്റെ നാളുകളിലേക്ക് തീരാൻ പോവുക. എത്ര പേർക്ക് ഇന്ന് പകൽ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? ഒറ്റ നോട്ടം നോക്കിയപ്പോ അന്നൊരു തീരുമാനമെടുത്തു, ഇതൊരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. യേശു കർത്താവ് നോക്കി ആ സമയം പത്രോസ് ഒരു തീരുമാനമെടുത്തു, ഇന്നു മുതൽ ഒരു ചാപ്റ്റർ അടഞ്ഞിട്ട് ഒരു പുതിയ അധ്യായം ഞാൻ കുറിക്കാൻ പോവുക. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? എൻ്റെ ശക്തിയെ കുറപ്പിച്ച്, എൻ്റെ ബലത്തെ കുറപ്പിച്ച്, എന്നെ കൊണ്ട് കള്ളം പറയിപ്പിച്ച്, കള്ളത്തരം ചെയ്യിപ്പിച്ച് പരാജയപ്പെടുന്ന ചാപ്റ്റർ ഇന്ന് ക്ലോസ് ആകാൻ പോവുക. സ്വത്ര ക്ലോസ് ആകാൻ തീരുമാനമെടുത്തപ്പോൾ എൻ്റെ കർത്താവ് പറഞ്ഞു, ഞാൻ നോക്കിയപ്പോൾ നീ മടങ്ങി വന്നെങ്കിൽ പത്രോസേ, നിന്റെ നോട്ടത്തിൽ ചില മുടന്തന്മാർ എഴുന്നേൽക്കാൻ പോവുക. സ്വത്ര എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകൽ സ്വർഗം പറയാണ്, ചില വിടുതലുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഒരു തീരുമാനത്തിന് മുമ്പിൽ അടഞ്ഞു കിടന്ന അധ്യായം ഇന്ന് പകൽ തുറക്കാൻ പോവുകയാ. രക്തത്താൽ ചെയ്യാം, രക്തത്താൽ ചെയ്യാം, രക്തത്താൽ ചെയ്യാം. നമുക്കൊരു തീരുമാനമെടുക്കാമോ ഇന്ന് പകൽ? എത്ര പ്രാവശ്യം നാം ഉപവസിച്ച് എത്ര ബലമേറ്റെടുത്തു, എത്ര ശക്തിയാണ് നമ്മൾ പ്രാപിച്ചത്, എത്ര കൃപയാണ് നമ്മൾ പ്രാപിച്ചത്. പക്ഷേ ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറയാ, കഴിഞ്ഞ നാളുകളിൽ കൃപ പ്രാപിച്ചു എന്ന് അഭിമാനപ്പെട്ട ഞാൻ, അധികാരം പ്രാപിച്ചു എന്ന് അഭിമാനപ്പെട്ട ഞാൻ, അധികാരം കയ്യിലുണ്ടെന്ന് അഭിമാനപ്പെട്ട ഞാൻ ചിലതിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോയി. എൻ്റെ പരാജയത്തിൻ്റെ അധ്യായം ഇന്ന് പകൽ ക്ലോസ് ചെയ്യുകയാണ്. ഇനി മുതൽ
ഏത് വിധത്തിൽ തന്ത്രപ്രകാരം വന്നാലും ഞാൻ ജയിക്കും. ഇന്നു മുതൽ എൻ്റെ വിജയത്തിൻ്റെ ദിവസങ്ങളാണ്. എത്ര വരുന്ന പൽക്കാലം തീരുമാനിക്കുന്നു? ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ നടക്കാൻ ദൈവസന്നിധിയിൽ. സബന ഘടക ജനകജനയന്തരാദിയാന ഘടക സന്ധരാദിയാന. ഇന്ന് പകൽ സ്വർഗം പറയാണ്, വ്യക്തിപരമായി ഏറിയ നാൾ കൊണ്ട് നമ്മയൊക്കെ പരാജയപ്പെടുത്തിയ പിശാച് ഇന്ന് പകൽ തകരാൻ പോവുക. എത്ര ശക്തികൾ പ്രാപിച്ചെടുത്തു, എത്ര കൃപകൾ പ്രാപിച്ചെടുത്തു, എത്ര അധികാരങ്ങൾ പ്രാപിച്ചെടുത്തു, എത്ര ദൈവ കൃപകൾ പ്രാപിച്ചെടുത്തു. പക്ഷേ ആ ദുഷ്ട പിശാച് പ്രാപിച്ചെടുത്ത ദൈവകൃപയെ കുറപ്പിച്ചുകൊണ്ട് പരാജയപ്പെടുത്തി കളയാൻ എൻ്റെ ജീവിതത്തെ പിശാചൊരായുധമായി എടുത്ത് തന്ത്രപ്രകാരം എനിക്കെതിരെ കയറി വരുമ്പോൾ ഇന്ന് പകൽ കർത്താവ് പറയാണ്, അവൻ്റെ തന്ത്രത്തെ തകർത്തുകൊണ്ട് ഞാനും നിങ്ങളും ജയിക്കാൻ പോകുകയാണ്. സ്വത്ര ഇന്ന് പകലൊരു തീരുമാനം ദൈവസന്നിധിയിൽ. എൻ്റെ കർത്താവേ, ഇനി തല പോകേണ്ടി വന്നാലും ഞാൻ പരാജയപ്പെടത്തില്ല. അവൻ തന്ത്രപ്രകാരം വരുമ്പോ ഞാൻ ഇനി കള്ളം പറയത്തില്ല, കള്ളം ചെയ്യത്തില്ല, കള്ളത്തരം കാണിക്കത്തില്ല. ഇന്ന് പകൽ എൻ്റെ വിജയത്തിന്റെ ദിവസമാണ് എന്ന് പറയാൻ എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച കൈകൊട്ടി ആരാധന, നിങ്ങൾ പ്രതീക്ഷിച്ച ആത്മസാന്നിധ്യം പ്രകടമായില്ലെന്ന് വന്നേക്കാം. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ പറയാണ്, ചില ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് നേരിട്ട് സംസാരിക്കുകയാണ്. എത്ര പ്രാപിച്ച ദൈവകൃപകൾ, എത്ര പ്രാവശ്യം പ്രാപിച്ച ദൈവശക്തികളൊക്കെ നാം പരാജയപ്പെടുത്തി ഇന്നും ഭവനതലങ്ങളിൽ പിശാച് തന്ത്രപൂർവ്വം പോരാടുമ്പോൾ ഇന്നും ഭവനത്തിൻ്റെ സമാധാനം കെട്ട് ഭവനത്തിൻ്റെ അന്തരീക്ഷം മറ്റൊരു നിലവാരത്തിലായി. ഇന്നും ശത്രു പോരാടി ജയിക്കുമ്പോൾ ഇന്ന് പകല് സ്വർഗത്തിൽ ദൈവം പറയുന്നു, ഇന്ന് അവൻ്റെ പോരാട്ടത്തെ അവസാനിച്ച് ഞാൻ നിങ്ങളും ജയിക്കാൻ പോകുകയാണ്. ഇത് ജയത്തിൻ്റെ സമയമാണ്, ഇന്ന് വിജയത്തിൻ്റെ സമയമാണ്. ഇന്ന് പകൽ തീരുമാനിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു ചലനാത്മകമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. എത്ര വരുന്ന പകൽ തീരുമാനിക്കുന്നു, ഇനി മേലാൽ എത്ര തന്ത്രപ്രകാരം വന്നാലോ ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും, അവന്റെ പദ്ധതിയെ ഞാൻ ജയിക്കും. ഇന്ന് പകൽ തീരുമാനമെടുക്കാൻ ദൈവമക്കൾ തയ്യാറാകെ. ഇന്ന് പകൽ തീരുമാനമെടുക്കാൻ തയ്യാറാകുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഒരു ദൈവപ്രവൃത്തി ചലിക്കാൻ പോകുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ്, ഇന്ന് പകൽ ഞാൻ തീരുമാനിക്കുന്നു, ഇന്ന് പകൽ ഞങ്ങൾ തീരുമാനിക്കുന്നു, എത്ര തന്ത്രപ്രകാരം വന്നാലോ കർത്താവെ, ഞങ്ങളുടെ ബലം ചോർത്തിക്കളഞ്ഞ് എതിർത്ത് നിൽക്കേണ്ട ത്രാണിയെ കുറപ്പിച്ച് നാളിതുവരെ ജയമെടുത്ത പിശാചിന്റെ മുമ്പിൽ ഞങ്ങളിനി പരാജയപ്പെടത്തില്ല. എൻ്റെ കർത്താവേ, ഇന്നൊരു തീരുമാനമെടുക്കുന്നു. ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച്, ഈ പുസ്തകം മാറോട് ചേർത്ത് വെച്ചൊരു തീരുമാനമെടുക്കുന്നു. കർത്താവേ, എത്ര തന്ത്രപ്രകാരം വന്നാലും ഞാൻ ഇനി കള്ളം പറയില്ല, കള്ളത്തരം ചെയ്യില്ല, കള്ളം പ്രവർത്തിക്കില്ല. സത്യസന്ധതയോടെ നിൽക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഉള്ളുകൊണ്ട് പറയാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ആമേ, തീരുമാനമെടുത്ത ദൈവവൈതലേ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു അത്യന്ത ശക്തി ഇന്ന് പകൽ വെളിപ്പെടുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഒരു പ്രത്യേക പവർ ഉയരത്തിന്ന് തീരുമാനമെടുത്ത ജനത്തിന്റെ മേൽ ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. യെസ്, യെസ്, യെസ്. ശക്തിയോടെ 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 യേശുവിന്റെ നാമത്തില് ഒരു പുതുബലം, ഒരു പുതിയ അഭിഷേകം. ഈ രണ്ടാം ദിവസം പകൽ പരിശുദ്ധമ പറയാണ്, ഒരു ചലനാത്മകമായ അഭിഷേകം. ഇപ്പോൾ തന്നെ ചില രോഗങ്ങൾ വിട്ടുമാറുന്നു, ചില അന്ധകാര ശക്തി വിട്ടുമാറുന്നു, ചില പൈശാചിക പോരാട്ടങ്ങൾ ഇതുവരെ വിട്ടുമാറുന്നു, ചില ശരീരങ്ങൾ വിടുതലാകുന്നു.
ദൈവം പ്രവർത്തിക്കുക, ദൈവ സാന്നിധ്യം ഇറങ്ങുക, ദൈവ സാന്നിധ്യം ഇറങ്ങുക, ഇറങ്ങുക. യെസ്, ചലിച്ചു തുടങ്ങുന്നു, ചലിച്ചു തുടങ്ങുന്നു, ചലിച്ചു തുടങ്ങുന്നു. ഓ റബാ തനക്കലി ഖുറമസി തീരബാ തുരി മനക്കലി ഖുറഖറേ. ജീസസ്, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ ദൈവശക്തി ചലിക്കുന്നു, ഈ ആലയത്തിനകത്തോട്ട് ചലിക്കുന്നു. ചില കുടുംബങ്ങളെ വിട്ടുവെച്ച, ചില ശരീരങ്ങളെ വിട്ടുവെച്ച, ഓ ആരാധിക്കുന്ന ദൈവന്റെ ശരീരത്തെ, ആരാധിക്കുന്ന ദൈവത്തിന്റെ ശരീരത്തെ വിട്ടുവെച്ച പിശാചിന്റെ അഹങ്കാരം ഇന്ന് വരെ തീരാൻ പോവുകയാണ്. ചില തലമുറകൾ ദൈവത്തിന്റെ വിടുതൽ. കരങ്ങൾ ചേർത്തടിച്ച് അല്പസമയം ദൈവസാന്നിധ്യം ചലിക്കുന്നു. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലേ, ദൈവകൃപ ചലിക്കുക. പ്രായ വ്യത്യാസമില്ലേ, ദൈവകൃപ ചലിക്കുക, ദൈവകൃപ ചലിക്കുക. ശരീരത്തിന്മേൽ ഇപ്പോൾ ഒരു പുതിയ ശക്തി. ശരീരത്തിന്മേൽ ഒരു പുതിയ ശക്തി. ഇനി പരാജയത്തിന്റെ ദിനങ്ങളല്ല, ഇനി വിജയത്തിന്റെ ദിനങ്ങളാണ്. ചില തലമുറയെ കൈക്ക് പിടിക്കാൻ പോവുക പരിശുദ്ധാത്മാവ്, ചില കുടുംബത്തെ കൈക്ക് പിടിക്കാൻ പോവുക പരിശുദ്ധാത്മാവ്. ഇത് നിങ്ങളുടെ ദിവസം. കൈതട്ടി ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം ഹൃദ്യമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടതിനാൽ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിലും ഹല്ലേലൂയ ശത്രുവിനെതിരെ ആയുധമില്ലാത്ത പിശാചിന്റെ തന്ത്രങ്ങളെ എങ്ങനെ ജയിക്കണമെന്ന് വചനാടിസ്ഥാനത്തിൽ കർത്താവിന്റെ ദാസനിലൂടെ വളരെ മാർമികമായി നമ്മോട് ഇടപെട്ട വചനത്തിനായി കരമുയർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിക്കാം. അധികാരം ദൈവം തരും, അല്ലെ ശക്തി തരും. എന്നാൽ ഉള്ള ശക്തിയെ, ഉള്ള അധികാരത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഹാലലി വ്യാജവും ഹാലലിയ കള്ളവും ഭോഷ്കിന്റെ അനുഭവങ്ങളും പലപ്പോഴും കടത്തി വിട്ടുകൊണ്ട് നമ്മിൽ തന്ന ശക്തി, നമ്മിൽ തന്ന അധികാരമില്ലാതെയാക്കുവാൻ വ്യാജത്തിന്റെ വ്യാപാര ശക്തി, അല്ലെ ഭോഷ്കിന്റെ ആത്മാവിന്റെ പ്രവൃത്തികള് അല്ലെ നമ്മിൽ വ്യാപരിപ്പിച്ച് ശത്രു ജയമെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട വചനത്തിന്റെ മുൻപില് ആരും തങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. കരമുയർത്തിയ വചനത്തിനായി നമുക്ക് സ്തോത്രം പറയാം. നമ്മുടെ ഭവനങ്ങളില്, നമ്മുടേതായ ജീവിതയാത്രയില്, നമ്മുടെ ശുശ്രൂഷ മണ്ഡലങ്ങളില് ദൈവം നമുക്ക് തന്നിട്ടുള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരു പത്രോസിനെ എങ്ങനെ ഇല്ലായ്മ ചെയ്തു, അവനെ കർത്താവിങ്കിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നുള്ള വാഗ്ദത്തം അവനിൽ നിന്ന് അകറ്റി കളയുവാൻ ശത്രുവായവൻ അവനെ കരങ്ങളിലെടുത്ത് കർത്താവിനെ തള്ളി പറയിക്കുന്ന ഭോഷ്കിന്റെ ശക്തികള് അവനിൽ വ്യാപരിച്ചു. എന്നാൽ കർത്താവ് ഇടപെട്ടപ്പോൾ അവൻ കരഞ്ഞു വിലപിപ്പാനിടയായി. ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലേ, ദൈവം നമ്മെ മടക്കി വരുത്തുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ കരങ്ങളിലാ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ശത്രുവിന് ജയം കൊടുപ്പാൻ ദൈവം ഒരിക്കലും ഇടയാകുകയില്ല. ദൈവം നമ്മെ നിലനിർത്തുവാൻ ഇടയാകും. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയിൽ നമുക്ക് ശരണപ്പെടാം. അവൻ നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട്. അവൻ ഒരിക്കലും നമ്മെ അനാഥരായി വിടുകയില്ല. ഇന്ന് പകൽക്കാലം ചിലർക്ക് ചില വിടുതലുകൾ അത്ഭുതകരമായി കൊടുക്കാൻ എല്ലാവരും കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട് കർത്താവിന്റെ ദാസനെ ശക്തമായി ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ, ആത്മാവിലൂടെ, വെളിപ്പാടിലൂടെ വ്യക്തമായി ഇന്ന് പകൽക്കാലം കരങ്ങളിൽ എടുത്തതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഇപ്പോൾ ജോബിൻ പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും.
നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത് പകൽ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് അടുത്തു വരുവാൻ, ആ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുവാൻ സ്വർഗത്തിലെ തമ്പുരാനെ അങ്ങ് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. ഈ പകൽ ഞങ്ങൾക്ക് പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, അങ്ങയുടെ വചനം കേൾപ്പാനൊക്കെ സ്വർഗം ഞങ്ങൾക്ക് സഹായിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ വിലപ്പെട്ട ദാസനെ ഞങ്ങളുടെ മധ്യ അയച്ച് വിലപ്പെട്ട ശബ്ദങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ധരിക്കേണ്ട ആയുധങ്ങൾ ഞങ്ങൾ ധരിക്കുവാൻ, എടുക്കേണ്ടത് ഞങ്ങൾ എടുക്കുവാൻ ദൈവം ഞങ്ങളെ ദിവസങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ എടുക്കേണ്ടതുപോലെ തീരുമാനങ്ങൾ എടുത്ത് ദൈവസന്നിധിയോട് പറ്റിയിരിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനിലൂടെ കേൾപ്പിച്ച വിലപ്പെട്ട ശബ്ദങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ, കർത്താവേ, ഞങ്ങളുടെ വാഗ്ദത്തങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെയുള്ള ഇരുട്ടിന്റെ ഓരോ പദ്ധതികളെയും ദൈവാത്മാവ് ഇന്ന് പകൽ ഞങ്ങളുടെ വചനമായി വെച്ച് ഞങ്ങളെ വിടുവിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ ഇന്ന് പകൽ വിശ്വസിക്കുന്ന കർത്താവേ, ഈ വചനം ഒരിക്കലും വെറുതെ മടങ്ങി വരികയില്ല. അത് അയച്ചവന്റെ പ്രവൃത്തി വെച്ച് മടങ്ങി വരുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത്, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ശുശ്രൂഷ മേഖലകളിൽ, തലമുറകളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ആ വചനത്തിന്റെ ശക്തി ഈ പകൽ വെളിപ്പെട്ടു വരാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. ഈ ദേശത്തെ അടക്കി വാഴുന്ന ഇരുട്ടിന്റെ മടലുകളുടെ മേൽ ഇന്ന് പകൽ ദൈവസഭയ്ക്ക് ഒരു ജയം തന്നതിനായി സ്തോത്രം. കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിയുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവേ, ദൈവം അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് പിന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ദൈവവരെ കർത്താവ് കരം വെച്ച് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ദാസിയെ ദൈവക്ഷേമത്തോടെ പരിപാലിക്കണമേ. ശുശ്രൂഷകളെ, ദൈവസഭയെ കർത്താവ് കരം വെച്ച് അനുഗ്രഹിക്കണം. കൃപകളിൽ പൊതിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രാത്രി ഞങ്ങളുടെ ദാസനെ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൃപക്കുള്ളിൽ പൊതിയണമേ. യോഗങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ പാസ്റ്ററെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. പിന്നെ ഞങ്ങളുടെ ദാസനെയും കൂടെ ആർത്തേയും കാര്യം വെച്ച് അനുഗ്രഹിക്കും. അടിങ്ങളെ സമണമായി സമർപ്പിക്കുന്ന കർത്താവേ, ഇതിനകത്ത് തലവണികൾ ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളേവർക്കുമായി സ്തോത്രം. ഏവരെയും യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി ഭാഗ്യമായി ഭൂഷിക്കുന്ന എല്ലാവരെയും ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, കൃപക്കുള്ളി പൊതിയണം. പ്രിയാത്ത സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കരവ് ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈകിട്ട് കൃത്യം 7 മണിക്ക് തന്നെ മീറ്റിംഗ് ആരംഭിക്കും. കർത്താവിന്റെ ദാസൻ നമ്മുടെ ദൈവജന ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോടെ കടന്നു വരിക. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.